സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സച്ചിദാനന്ദരൂപായ വിശോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം മാതൃപിതൃഭ്യോ നമഃ. നാൽപ്പത്തിയൊന്ന് വർഷക്കാലമായി ഒരു ഗംഗാപ്രവാഹത്തെ പോലെ ഭാർഗവത ക്ഷേത്രത്തെ ഭഗവാന്റെ തത്വബോധത്തോടെ ഭക്തിജ്ഞാന സാഗരത്തോടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥമാണ് അഖില ഭാരതീയ ഭാഗവത സത്രം എന്നുള്ളത്. ഈ ഒരു സത്രത്തിൻ്റെ ഭാഗമായി ഈ വേദിയിൽ എത്തപ്പെടുവാനും ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നത് തന്നെ പരമപുണ്യമാണ്. അതിന് കാരണക്കാരായിട്ടുള്ള ഈ ഒരു സത്രസമിതിയുടെ ആദരണീയനായ എല്ലാ സജ്ജനങ്ങളുടെയും മുന്നിൽ വിനീതമായ പ്രണാമമർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ അഖില ഭാരതീയ ഭാഗവത സത്രത്തിൻ്റെ ഒരു പ്രതിസ്വരൂപം എന്ന നിലയിൽ അറിയപ്പെടുന്ന കൊല്ലത്ത് വസിക്കുന്ന ഗുരുവര്യനായ നാരായണ സ്വാമിജിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വിനീതമായ എല്ലാ സജ്ജനങ്ങൾക്കും 1000 നമസ്കാരം. ഇവിടെ ഇന്ന് ഈ സമയത്ത് സംസാരിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വിഷയം പ്രത്യക്ഷത്തിൽ ഭാഗവതവുമായി അതിനുള്ളിൽ സ്വീകരിക്കപ്പെട്ടൊരു വിഷയം എന്ന നിലയിലല്ല നമുക്ക് തോന്നുന്നത്. കാരണം മനസ്സും ആധ്യാത്മികതയും അല്ലെങ്കിൽ ആത്മബോധവും എന്നുള്ളതാണ്. എന്നാൽ ഭാഗവതത്തിൻ്റെ പരിപൂർണമായ അന്തരംഗമാണ് ഈ വിഷയം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിനോട് പ്രതിബദ്ധത പുലർത്തുന്നവരായി മാറുന്നത്. ഒരു കോമൺ വിഷയം എന്ന നിലയിലാണ് വിഷയത്തിൻ്റെ ടൈറ്റിൽ കടന്നു പോകുന്നതെങ്കിലും ആ വിഷയത്തിനേക്കാൾ ഉപരി ഭാഗവതത്തിലേക്ക് കടക്കാൻ ഒരുപക്ഷെ മറ്റ് ചില പദപ്രയോഗങ്ങൾ പോരാ എന്നാണ് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ചിന്തിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടെ മനസ്സിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള പ്രയാണത്തെയാണ് ഭാഗവതം കൊണ്ട് വ്യാസൻ ഉദ്ദേശിച്ചത്. മനസ്സ് എന്തിൻ്റെ അധിപനായിട്ടാണ് നിൽക്കുന്നത് ചോദിച്ചാൽ പഞ്ച ഇന്ദ്രിയങ്ങളുടെയും അതിൻ്റെ വ്യവഹാര ഭൂമികയായ ശരീരത്തിൻ്റെയും നാഥനായിട്ടാണ് സാധാരണഗതിയിൽ മനസ്സുമേവുന്നത്. മനസ്സാണ് പറയുന്നത് ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിലൂടെ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഞാനാണ് അല്ലേ. ആ ഭാവത്തെ അല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ അജ്ഞാന ഭൂമിക എന്ന് പറയപ്പെടുന്നത്, വേറെ എന്തിനെയോ അല്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ അജ്ഞാന ഭൂമികയായി കാണുന്നത് എന്തിനെയാണ്? ഈ ദേഹാഭിമാന ബോധവും ആ ദേഹാഭിമാന ബോധത്തോടു കൂടിയ ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള അനുരാഗബദ്ധത്തെയുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അജ്ഞാനമെന്ന് വിളിക്കപ്പെടുന്നത്. അതിൻ്റെ വാസ്തവമായ മൂലഭാവം അതാണ്. ഈ അജ്ഞാനത്തിൽ നിന്ന് പരിപൂർണമായും ഞാൻ ഈ ദേഹബോധമല്ല ആത്മബോധമാണ് എന്ന ഭാവത്തെ അനുഭവിപ്പിക്കലല്ലേ ശ്രീമദ് ഭാഗവതം മുഖ്യ ഉദ്ദേശമായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ പരിപൂർണമായും ഭാഗവതത്തിൻ്റെ അന്തരംഗത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ആ അകത്തളങ്ങളിലൂടെ നടക്കുന്ന ഒരു വലിയ പ്രയാണമായിട്ട് നമുക്ക് ഈ വിഷയത്തെ കാണേണ്ടി വരും. ഇവിടെ മനസ്സെന്ന ഭാവം നമ്മളെന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മുമ്പേ പറഞ്ഞു അജ്ഞാനമാണ്. അജ്ഞാനത്തിനെ പ്രതിധ്വനിപ്പിക്കുമ്പോഴാണ് മനസ്സുണ്ടാകുന്നത്. എപ്പോഴാണോ ജ്ഞാനത്തിൻ്റെ പ്രതിധ്വനി ഉയർന്നു വരുന്നത്, ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചം നമ്മളിൽ പരക്കുമ്പോൾ ഇല്ലാണ്ടാകുന്നതുമാണ് മനസ്സ്. മനസ്സ് കേവലം പ്രാതിഭാസികമായി നിലകൊള്ളുന്ന ഒന്നാണ്. ഒന്നിനെ ആശ്രയിച്ചുകൊണ്ട് ഉണ്ട് എന്ന് തോന്നപ്പെടുകയും ആശ്രയിക്കുന്നത് എപ്പോഴില്ലാണ്ടാകുന്നോ അതോടുകൂടി ഇല്ല എന്ന് ബോധ്യപ്പെടേണ്ടതുമായ ഒരു വസ്തുവിനെയാണ് പ്രാതിഭാസികം എന്ന വാക്കുകൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തിനെ ആശ്രയിച്ചിട്ടാണ് മനസ്സുള്ളത്? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ചോദ്യം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം എന്തായിരിക്കും? കുട്ടിക്കാലം മുതലേ
മനസ്സിലായോ 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 അല്ലേ? മനസ്സില്ല എന്ന് പറയാനിരിക്കുന്ന ആചാര്യനും നിങ്ങളോട് ചോദിക്കും, എന്തു പറയും? മനസ്സിലായോ? ചോദ്യം അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടിക്കാലത്ത് അച്ഛൻ ചോദിക്കും, അമ്മ ചോദിക്കും, ഇല്ലേ, ജ്യേഷ്ഠൻ ചോദിക്കും, അധ്യാപകൻ ചോദിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചാൽ അവരും ചോദിക്കും, പറഞ്ഞ കാര്യം മനസ്സിലായോ? സ്കൂളുകളിൽ പോയാൽ ഏറ്റവും കൂടുതൽ വരുന്നതും മനസ്സിലായോ എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യമൊക്കെ ചോദിച്ച് കേട്ട് ഈ ചോദ്യത്തിലൂടെ തന്നെ നമ്മൾ ധരിച്ചിരിക്കുകയാണ് ഈ മനസ്സെന്ന് പറയുന്ന എന്തോ ഒന്ന് നമ്മളിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ മനസ്സെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാവരും ചോദിക്കുന്ന ഇവിടെ ഉള്ള എല്ലാം നിൻ്റെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ, ഈ എല്ലാത്തിനെയും മനസ്സിലാക്കണമെങ്കിൽ, എല്ലാത്തിനെയും ഉൾക്കൊള്ളണമെങ്കിൽ മനസ്സ് അത്ര വലുതാവണ്ടേ? സത്യത്തിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടോ? അവിടെയാണ് ആധ്യാത്മിക പരിവർത്തനത്തിൻ്റെ യഥാർത്ഥ ആധാരശിലയിൽ നമ്മൾ വന്ന് നിൽക്കേണ്ടത്. യഥാർത്ഥ ആധാരശിലയിൽ ഉറപ്പിച്ചില്ല എങ്കിൽ അത് കേവലം ബൗദ്ധിക മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാവും. ആധ്യാത്മികമായ പരിവർത്തനത്തിലേക്ക് എത്തപ്പെടല്ല. പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. ഇവിടെ ആധ്യാത്മിക പരിവർത്തനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്തപ്പെടേണ്ടത് എവിടെയാണോ അവിടേക്ക് എത്തപ്പെടുകയാണ്. പിന്നെ അതിൽ നിന്നൊരു മാറ്റമില്ല. ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സിങ് അല്ലേ, അതിന് മാറ്റം ഇല്ല. ഈ പരിവർത്തനത്തിൻ്റെ വലിയ ഒരു തത്വത്തെ ഭഗവത്ഗീതയിൽ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതത്തിൽ തന്നെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ആദരണീയായ പ്രിയ സഹോദരൻ പറഞ്ഞു, ഗുരുവായൂരപ്പനെ കള്ളാ എന്ന് വിളിക്കാനൊരു അവകാശം നമുക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. പക്ഷെ കള്ളാ എന്ന് നമ്മൾ വിളിക്കുമ്പോഴും ഭഗവാനിലേക്ക് നമ്മൾ ഈ വാക്ക് പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ കള്ളനായതുകൊണ്ടല്ല. മനസ്സിലായില്ലേ? ഭഗവാനെ വേണ്ടും വണ്ണം മനസ്സിലാക്കുവാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല ഭഗവാനെ എന്ന കാഴ്ചപ്പാടിൽ നിന്നും, അല്ലേ, എന്നാൽ വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന ബോധത്തിൽ നിന്നും കൂടാണ്. രണ്ടുമുണ്ട്. എന്താ ഈ മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാടില്ലാതെ പോയെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഗോപികമാരിൽ നിന്ന് വെണ്ണ അപഹരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വേറെ ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടോ? ഗോപികമാരിൽ നിന്നാണ് വെണ്ണ അപഹരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗോപികമാരിൽ നിന്ന് വെണ്ണ അപഹരിച്ചു എന്ന് പറയുന്ന ഭഗവാൻ 3 തരത്തിലുള്ള കോഴ്സുകളിലൂടെ ഗോപികമാരെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഡിഗ്രി കൊടുത്തതാണ്. 3 തരത്തിലൂടെ ഭഗവാൻ തന്നെ നേടുവാനുള്ള ഡിഗ്രിയിലേക്ക് ഗോപികമാരെ എത്തിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായും ഈ 3 സ്ഥലത്തും ഭഗവാനും ഗോപികമാരുമാണ് ചർച്ചാ വിഷയം. അതിലൊന്നാണ് വെണ്ണാപഹരണം, രണ്ടാമത്തേതാണ് വസ്ത്രാപഹരണം, മൂന്നാമത്തേതാണ് രാസലീല. അതിലൊന്നാമത്തതിലൂടെ ഭഗവാൻ ഗോപികമാരുടെ മനസ്സിനെ തന്നിലേക്ക് സ്വന്തമാക്കി, അതിനെ ശുദ്ധമാക്കി, ചിത്തശുദ്ധിയാക്കി. ഇവിടെ മനസ്സാണല്ലോ വിഷയം. അപ്പം മനസ്സിനെ ശുദ്ധമാക്കി. എപ്രകാരമാണ് ഭഗവാൻ ഗോപികമാരെ മനസ്സിനെ ശുദ്ധമാക്കിയെന്ന് ചോദിച്ചാൽ, ലൗകികമായ ബാഹ്യമായ യാതൊന്നിലും നേടാനല്ല ഞാൻ നിങ്ങളുമായി അടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത്. പിന്നെയോ നിങ്ങളുടെ മനസ്സിനെ ഞാൻ എന്നിലേക്ക് എടുക്കാനാണ്. ആ മനസ്സിനെ സ്വീകരിക്കുന്നു എന്നർത്ഥത്തിൽ വെണ്ണ അപഹരിക്കുമ്പോൾ ഭഗവാന്റെ ആ ലീലയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. വെണ്ണ അപഹരിക്കപ്പെടുന്ന, അത് വെച്ചിരിക്കുന്ന കലം നിശേഷം തകർക്കും, അല്ലേ? അങ്ങനെയല്ലേ ആചാര്യന്മാർ വർണ്ണിക്കുന്നത്? എന്താ കാരണം? കലം ശരീരത്തിൻ്റേതാണ്, കൂടസ്ഥമായ ശരീരത്തിൻ്റെ പ്രകൃതിയാണ്. അപ്പോൾ ഈ ദേഹാഭിമാനത്തെ വർദ്ധിപ്പിക്കുന്നത് ഒന്നിലും ഞാൻ ഭ്രമിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെയോ ശുദ്ധമായ ചിത്തം, വെണ്ണ പോലെയുള്ളത്. നമ്മൾ പറയില്ലേ ചില സമയത്ത് ചിലരുടെ ഹൃദയം വളരെ കരിങ്കല്ലാണെന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താ? കല്ലായിട്ടിരിക്കുന്നതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. എന്താ കാരണം? അവരിൽ ഒരിക്കലും സ്നേഹമില്ല, കാരുണ്യമില്ല, ദയയില്ല. നല്ല ഗുണങ്ങളില്ല എങ്കിൽ അത് കരിങ്കല്ലാണെന്ന് നമ്മൾ പറയില്ലേ. നല്ല ഗുണം ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? നല്ല വെണ്ണ പോലെ. കാര്യം വെണ്ണയുടെ കണ്ടു കഴിഞ്ഞാൽ അത് കല്ലിനെ പോലൊക്കെ രൂപത്തിലൊക്കെ ഇരിക്കും, പക്ഷേ തൊട്ട് കഴിഞ്ഞാലോ വളരെ നേർത്തതാണ്, അല്ലേ? അതുപോലെയുള്ള മാർദ്ധവമുള്ളതായി മാറുന്നത് എപ്പോഴാണ്? അവിടെയാണ് പരമപ്രേമം കൊണ്ട് ഭക്തിയുടെ ഭാവമായ സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇതി ഭക്തി എന്ന നാരദവാക്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് ഗോപികമാരെത്തപ്പെടുന്നത്. ആ ഭക്തിയിലൂടെ ആ ഗോപികാഹൃദയം ശുദ്ധമായി എല്ലാ മനോമാലിന്യങ്ങളെയും മാറിയപ്പോൾ പിന്നെ അത് സൂക്ഷിച്ചിരിക്കുന്നത് ഏകാഭിമാനവും വേണ്ട, അത് ഉപേക്ഷിച്ച് ഭഗവാൻ അതങ്ങ് എടുത്തു. രണ്ടാമത് ഭഗവാൻ എന്ത് ചെയ്തു?
രണ്ടാമത് ഭഗവാൻ വസ്ത്രാപഹരണത്തിലോ ഗോപികമാരുടെ ദേഹാഭിമാന ബോധത്തെ പോക്കി, അല്ലേ? പഞ്ചശരീരത്തെയും ഞാൻ ഒഴിവാക്കാൻ പറയുന്നു. എന്താ കാരണം? ആത്മാവിനെ മറയ്ക്കുന്ന ആവരണങ്ങളെയൊക്കെ ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കെന്നല്ല ഈ പ്രപഞ്ചത്തിൽ ആർക്കും എന്നെ നേടാൻ സാധിക്കൂ. ഏതൊരു ഭക്തനും ഭഗവാനെ നേടണമെങ്കിൽ ഗോപികമാരായി മാറണം. നമ്മളിലെല്ലാമുള്ള അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന പഞ്ചകോശങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. വസ്ത്രാപകരണത്തിലൂടെ ഭഗവാൻ അവിടേക്ക് നമ്മളെ എത്തിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴോ ഭഗവാൻ ഒരു പടി കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിനെ ശുദ്ധമാക്കി ദേഹാഭിമാനബോധത്തെ കളഞ്ഞു. അത് കഴിഞ്ഞാൽ ഭഗവാനെ സ്വീകരിക്കുവാൻ പ്രാപ്തരാക്കി മാറ്റി. അതാണ് രാസലീല. കാരണം ഗോപികമാരിൽ നിന്ന് പിന്നെ ഒരിക്കലും ഭഗവാൻ വേർപിരിഞ്ഞതായി അവർക്ക് തോന്നാത്ത അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അപ്പോൾ ഭഗവാനെ അവർ ഹൃദയത്തിൽ സ്വന്തമാക്കി, ഒരിക്കലും വിട്ടുപോകാതെ ഭഗവാനിലേക്ക് ലയിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ ഭാഗവതത്തിൻ്റെ ഉൾക്കാമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനസ്സെന്നതിൻ്റെ പരിവർത്തനത്തിന് ദായകമായതാണ് ആധ്യാത്മികത എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ആധ്യാത്മികതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് മനസ്സ് എന്നതിനെക്കുറിച്ച് കൂടി ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നമുക്ക് ആ യാത്രയിൽ കേവലം മനസ്സൊരു വാക്കുകളിൽ മാത്രമായി പോകും. മുമ്പേ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഉണ്ട് 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 എന്ന് വെച്ചിരിക്കുന്ന സാധനമാണ് മനസ്സ്, അല്ലേ? ഇനി ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയാൽ ഇത് നമ്മുടെ ആധുനിക സയൻസിനെ തന്നെ അടിസ്ഥാനപ്പെടുത്തി. കാരണം എല്ലാത്തിനെയും ഇപ്പോൾ യുക്തിവാദം കൊണ്ട് ചോദ്യം ചെയ്യുന്ന കാലത്തൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. തള്ളിക്കളയണ്ട, യുക്തി വേണം, യുക്തിവാദം പാടില്ല എന്നല്ല. വിശ്വാസത്തിലും യുക്തി ആവശ്യമായ നിലയിൽ ചേർത്തില്ല എങ്കിൽ പല വിശ്വാസങ്ങളും കാലാന്തരത്തിൽ അന്ധവിശ്വാസമായി മാറ്റപ്പെടുന്നുണ്ട്. ശരിയല്ലേ? പല വിശ്വാസങ്ങളും അങ്ങനെ മാറ്റപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് ചില വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ കൂടി സ്പഷ്ടമാവും. അപ്പോൾ ഇവിടെ ആ തലത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശങ്ങളെപ്പോലും കൃത്യമായി സ്കാൻ ചെയ്ത് നോക്കാനുള്ള സംവിധാനങ്ങൾ വികസിച്ചിട്ടുണ്ട്, അല്ലേ? നമുക്കൊരു അസുഖം വന്നാൽ, മറ്റു കാര്യത്തിന് പോയാൽ MRI സ്കാൻ തുടങ്ങിയിട്ടുള്ള സ്കാനിങ് ഒക്കെ വളരെ തരത്തിലുള്ള സ്കാനിങ് ഒക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും സ്കാനിങ് മെഷീനിലൂടെ ഈ മനസ്സ് എന്ന് പറയുന്ന വസ്തുവിനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ടെത്തിയിട്ടില്ല. ഇനി അതിൻ്റെ രൂപത്തെ ആരെങ്കിലും കൃത്യമായി നിർണയിച്ചിട്ടുണ്ടോ? അതുമില്ല. അതിൻ്റെ സ്ഥാനത്ത് നിർണയിച്ചിട്ടുണ്ടോ? അപ്പം രൂപമില്ല, സ്ഥാനമില്ല, മനസ്സിലായില്ലേ? കണ്ടെത്തിയിട്ടില്ല. അപ്പം രൂപവും സ്ഥാനവും അതുപോലെ തന്നെ സ്വഭാവത്തെക്കുറിച്ചും നിർണയിച്ചിട്ടില്ല. മനസ്സിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഒരാൾക്കും അങ്ങനെ നിർവചിക്കാൻ സാധിച്ചില്ല. സ്വാമി വിവേകാനന്ദൻ പോലും അതിന് രസകരമായ ഒരു ഉത്തരത്തിലൂടെയാണ് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയത്. എങ്ങനെയാ? സദാവികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ. സദാവികൃതി എന്ന് പറഞ്ഞാൽ എന്താ? വികൃതിയേക്കാൾ വികൃതി, അല്ലേ? നമ്മൾ ചില കൊച്ചുകുട്ടികളെ പറഞ്ഞില്ലേ, മഹാഗുരുത്വം കെട്ടവനാ. ഗുരുത്തക്കേടെന്ന് പറഞ്ഞ സാധാരണ കുട്ടികൾക്കുള്ളതാണ്. പക്ഷേ മഹാ എന്ന് പറയുമ്പോൾ എന്താ? ഒരു യോഗ്യത കൂടി കൊടുത്തു. കാരണം എന്താ? ഉള്ളതിനേക്കാൾ ഇരട്ടിയുള്ളതാണ്. അപ്പോൾ സദാവികൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ, ആ കുട്ടിക്കുരങ്ങൻ്റെ ദേഹത്ത് ഒരു കുട്ടിച്ചാത്തനും കൂടെ കയറിയാൽ എന്തായിരിക്കും? പിന്നെ അത് അടങ്ങിയിരിക്കുമോ? ഇനി അങ്ങനെയുള്ള അവസ്ഥയിൽ അല്പം മദ്യം കൂടി ചെന്നാലോ? കുട്ടിച്ചാത്തനൊന്നും ഇല്ലാത്ത മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക. ആ അവസ്ഥയിലുള്ള കുട്ടിക്കുരങ്ങൻ്റെ ദേഹത്ത് അല്പം മദ്യം കൂടി ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അവനും കാണിക്കുന്നതൊന്നിനെയും നിർണ്ണയിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് മനസ്സിൻ്റെ സ്വഭാവത്തെയും നിർണ്ണയിച്ചിട്ടില്ല. നമ്മൾ തന്നെ ഏറ്റവും അടുപ്പുള്ളവർ ഇത് പറയല്ലേ, നിൻ്റെ മനസ്സിലിപ്പോൾ ഇതാണെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത് പിന്നെ ചിലപ്പോൾ പറയും, അയ്യോ എനിക്കത് തെറ്റുപറ്റിപ്പോയതാണെന്ന് പിന്നെ മാറ്റി പറയും. ഇങ്ങനെയാണ് മനസ്സിൻ്റെ ഭാവങ്ങളൊന്നും. അപ്പോൾ രൂപമില്ല, സ്ഥാനമില്ല, പൊതുവായ സ്വഭാവമില്ല, ആരും കണ്ടെത്തിയിട്ടുമില്ല. പക്ഷേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എന്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചാൽ, ചിന്തകളെ ആശ്രയിച്ചിട്ട് ജീവനിൽ പ്രതിബിംബിപ്പിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് മനസ്സ്. അത് പ്രതിബിംബിക്കുന്ന സമയത്ത് അത് ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നല്ല പ്രകാശം അടിച്ചാൽ മറുഭാഗത്ത് നിഴലുണ്ടാവും, അല്ലേ? ഈ നിഴൽ എന്തിനെ ആശ്രയിച്ചിട്ടാണുള്ളത്? ഇവിടുന്ന് വരുന്ന പ്രകാശത്തെ ആശ്രയിച്ചാൽ. ഇവിടുന്ന് വരുന്ന പ്രകാശത്തിനോടൊപ്പം ഇവിടുന്നും പ്രകാശം വന്നാൽ ഇവിടേക്ക് നിഴൽ പതിയത്തില്ല. എന്താ കാരണം? ഇപ്പുറത്തെ പ്രകാശം വന്നു ആ നിഴലിനെ ഇല്ലാണ്ടാക്കി. അപ്പം നിഴലുണ്ടോ എന്ന് ചോദിച്ചാൽ നിഴലുണ്ട്. പക്ഷേ അതിന് ആധാരമായിരിക്കുന്ന പ്രകാശം ഇല്ലാണ്ടായാൽ നിഴലെന്ത് ചെയ്യും? ഇല്ലാണ്ടാവും. നമ്മൾ ചോദിച്ചാൽ പറയും എൻ്റെ നിഴലെന്ന് പറയും, അല്ലേ?
പക്ഷെ എൻ്റെ നിഴലെന്ന് പറയുന്നതിൽ മറ്റുള്ള വസ്തുക്കൾ എൻ്റേതാണെന്ന് പറയുന്ന പ്രാമാണ്യമുണ്ടോ? ഇപ്പം നമ്മൾ പറയുന്നത് എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ തല, എൻ്റെ മൂക്ക്, അല്ലേ, എൻ്റെ മൊബൈൽ, എൻ്റെ പേഴ്സ്, ഇതൊക്കെ പറയും. ഇതിലേതെങ്കിലും ഒരു വസ്തുവിന് നാശം സംഭവിച്ചാൽ നമുക്ക് ദുഃഖം വരില്ലേ? അറിയാതെ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് ഇപ്പോൾ അടുത്ത് കസേരയിൽ ഇരിക്കുന്ന ആളൊന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കാലിലൊന്ന് ചവിട്ടി നല്ലതുപോലെ വേദനിച്ചാൽ നമ്മൾ അയ്യോ എന്നൊന്ന് വിളിക്കും, അല്ലേ? വിളിക്കില്ലേ? നമ്മൾ വിളിക്കും. അപ്പോൾ അവിടെ ആ രീതിയിൽ ചവിട്ടിയപ്പോൾ വിളിച്ചതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് നേരെ ഈ പെരുന്തോട്ട ജംഗ്ഷനിൽ ഇറങ്ങുന്ന ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നിഴൽ റോഡിലേക്ക് കിടക്കുകയാണ്. പെട്ടെന്നൊരു ബസ് വന്ന് കയറി ഇറങ്ങിപ്പോയി, അയ്യോ എൻ്റെ നിഴലിനെ വണ്ടി ഇടിച്ചേ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്നുവരെ കരഞ്ഞിട്ടുണ്ടോ? അപ്പം എൻ്റെ കാലിൽ ചവിട്ടിയാൽ കരയുന്ന ആൾ, എൻ്റെ കയ്യിൽ ചവിട്ടിയാൽ കരയുന്ന ആൾ, അല്ലേ, എൻ്റെ ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ കരയുന്ന ആൾ നിഴലിൽ വണ്ടി ഇടിച്ചപ്പോഴും കരയണ്ടേ? എൻ്റേതാണെന്ന പ്രാമാണ്യം അവിടെ ഉണ്ടെങ്കിൽ കരയാറില്ല. ഇനി നിഴൽ നഷ്ടപ്പെട്ടു പോയെന്നും പറഞ്ഞ് ഏതെങ്കിലും കുട്ടികളോ മുതിർന്നവരോ കരഞ്ഞിട്ടുണ്ടോ? രാവിലെ അമ്മയെ ഞാൻ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് നിഴലുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് നിഴലില്ല, കരഞ്ഞിട്ടുണ്ടോ? അല്ലെ രാവിലത്തെ നിഴലിന് നീളം കൂടുതലാണ്, ഉച്ചക്കലത്തെ നിഴലിന് നീളം കുറവാണെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു അടിസ്ഥാനമായി ഒരാധാരം ഇല്ല. ബാക്കി എല്ലാത്തിനും അതിനൊരു പൊതു സ്വഭാവമുണ്ട്, അല്ലേ, അതിനൊരു രൂപമുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, ഇതൊക്കെ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിന് മാത്രം ഇങ്ങനെയൊരു വിശേഷങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ചിന്തകളെ ആശ്രയിച്ച് രൂപപ്പെടുകയും 3 ഭാവങ്ങളിലായി പ്രതിബിംബിക്കുകയും ചെയ്യുന്ന, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്ന ഭാവസ്വരൂപത്തെയാണ് എന്ത് പറയുന്നത്? മനസ്സ് എന്ന് പറയുന്നത്. ഈ മനസ്സിനെ മനസ്സിലാക്കാൻ നമുക്ക് ലോകത്ത് മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ പറ്റില്ല. ബാക്കി എന്തിനെ മനസ്സിലാക്കിയാൽ അത് കേവലം ബുദ്ധിയുടെ തലത്തിൽ മാത്രമാണ്. എപ്പോഴെങ്കിലും അതിനൊരു നെഗറ്റീവ് വന്നാൽ അതെല്ലാം തന്നെ പോവുകയും ചെയ്യും. ഇവിടെ ഒരു വേദാന്ത കവിതയിൽ തുര്യാമൃതാനന്ദപുരി എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ എഴുതി വച്ചിരിക്കുന്നത്, മനസ്സിലാവിൽ ഒരിക്കലും തൻ മനസ്സു മാറായികിൽ മനസ്സുമായി എന്നുറച്ചു കണ്ടാൽ മനസ്സു മാറിയിടും, മനസ്സിനുള്ളിൽ തമസു തിങ്ങി മനസ്സു മൂടുമ്പോൾ മനസ്സിലാക്കാം മനസ്സിനൊന്നും മനസ്സിലായില്ല. ഇപ്പോഴും നമുക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അതാണ് മനസ്സ്. മനസ്സിലായില്ലേ? മനസ്സിലാവിൽ ഒരിക്കലും തൻ മനസ്സു മാറായികിൽ, മനസ്സെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ മനസ്സാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തന്നെ നമ്മൾ മാറ്റാൻ തയ്യാറാവണം. മനസ്സിലാവിൽ ഒരിക്കലും തൻ മനസ്സ് മാറായികിൽ, മനസ്സു മായയെന്ന് ഉറച്ചു കണ്ടാൽ, മനസ്സ് വെറും മായയാണ്, ഇല്ലാത്തതാണ് എന്ന് ഉറപ്പിച്ചു കണ്ടാൽ മനസ്സു മാറിയിടും. മനസ്സിനുള്ളിൽ തമസ്സു തിങ്ങി, മനസ്സിനുള്ളിൽ അജ്ഞാനമാണ് പകരം വരുന്നതെങ്കിലോ മായയാണെന്ന് ഉറപ്പിക്കാതെ അതാണ് ശരിയെന്ന് പറഞ്ഞു വന്നാലോ മനസ്സിലാവില്ല ഒരിക്കലും തൻ മനസ്സിനെ. മനസ്സിലായില്ലേ? അപ്പം വെറും മായയാണ് എന്ന ഭാവത്തിൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് ധരിക്കലാണ് എന്ന് കൃത്യമായി ചിന്തിച്ചാലേ ഏതിനെ മാറ്റാൻ പറ്റൂ? മനസ്സിനെ മാറ്റാൻ പറ്റൂ. അത് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ അത് ഒരിക്കലും മാറുകയില്ല. നമുക്കൊരിക്കലും ആ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഇതാണ് ആ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കൂടെ ഉണ്ട്, എല്ലാം കൂടെ നമുക്കിവിടെ വിശദീകരിക്കാൻ ചർച്ച ചെയ്യാനും പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രധാന ഭാഗം എടുത്ത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 അവസ്ഥാന്തരങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ അവസ്ഥാന്തരങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൻ്റെ? ഒന്ന് ജാഗ്രത, രണ്ടാമത്തത് സ്വപ്നം, മൂന്നാമത്തത് സുഷുപ്തി. ഈ 4ാമത്തെ ഒരു ഭാവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അഭാവത്തിൽ ഭാവം അത് വന്നിടുന്നതാണ് 4ാമത്തെ. ഏതാ? അഭാവത്തിൽ മനസ്സ് ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് 4ാമത്തത്. അത് മനസ്സിൻ്റെ ഭാവമാണോ എന്ന് ചോദിച്ചാൽ ശുദ്ധ മനസ്സിൻ്റെ ഭാവമാണ്. അതിൽ പിന്നെ യാതൊരു വിധമായ മറ്റൊന്നും ഇല്ല. ശുദ്ധമെന്ന് പറഞ്ഞാൽ സുതാര്യമാണ്, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കണ്ണാടി എങ്ങനെയാണോ മറുഭാഗത്തെ കാഴ്ച കാണിക്കുന്നത് അതുപോലെ പ്രത്യേക കാഴ്ചകളെ ചമയ്ക്കാതെ വെറും ഒരു ദർപ്പണമായി മാത്രം നിൽക്കുന്ന അവസ്ഥയിലാണ് 4ാമത്തെ ഭാവം. അതിന് പ്രത്യേകിച്ച് ഒരു സംഭാവനയില്ല. മനസ്സിലായില്ലേ? ബാക്കി 3ലും ഇതിന് സംഭാവനകളുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ ഒരു ജനലിൻ്റെ ഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ണാടി, ആ കണ്ണാടിക്കകത്ത് യാതൊരു ചിത്രങ്ങളും ഇല്ല, ഒരു പൊടിയുമില്ല, ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് കാണാം? ബാഹ്യമായതിനെല്ലാം അതിലൂടെ തന്നെ കാണാം. അത് വെറുതെ ഇങ്ങനെ കാഴ്ചകളെ കാട്ടിത്തരുന്നതിനിടയ്ക്ക് ഉണ്ടോ എന്ന് പോലും നമുക്ക് ചിലപ്പം വലിയ വ്യക്തതയും തിരക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കണ്ണാടിയിൽ ചില ചിത്രങ്ങൾ വന്നാലോ പുറമേ ഉള്ളതിനെ കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതുപോലെയാണ് മനസ്സ്. ഇവിടെ ഭാവത്തിൽ നിൽക്കുമ്പോൾ 3 ഭാവങ്ങളും, അഭാവത്തിൽ പോകുമ്പോൾ ഒരു ഭാവവും. അഭാവത്തിലുള്ളതിനെ തുരീയം എന്ന് പറയും, ആനന്ദം. മനസ്സിലായില്ലേ? അതാണ് ഈശ്വരൻ. എവിടെയാണ് ഈ ആനന്ദം? നമ്മളിലാണ്. എവിടെയാണ് ഈശ്വരൻ? നിന്നിലാണ്, എന്നിലാണ് ഈശ്വരൻ, നിന്നിലും എന്നിലും കുടികൊള്ളും പരമേകമാം ചൈതന്യമാണ് ഈശ്വരൻ.
ഈ അവസ്ഥയിലേക്കാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ബാഹ്യാന്വേഷണങ്ങളൊക്കെ നിർത്തി തിരിച്ചു വരേണ്ടത്. എല്ലാ ബാഹ്യാന്വേഷണങ്ങൾക്കും ഒടുവിൽ നമ്മൾ തിരിച്ചു വരേണ്ടത് ഈ അവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരത്തിൽ കൂർമാവതാരം വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ കൂർമാവതാരം ആമയെന്ന് പറയുന്ന ജീവിക്ക് വലിയ മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം നമ്മളത് ആമയെന്ന ജീവിക്ക് മഹത്വം കൊടുക്കുന്നതാക്കി ഭഗവാന്റെ അവതാരത്തിൻ്റെ തത്വത്തെ സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നവരായി മാറുന്നുണ്ട്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതിഭാസങ്ങൾ അങ്ങനെയാണ്. ക്ഷേത്രത്തിൽ നാഗരാജാ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? പ്രകൃതിയിലുള്ള പാമ്പാണ് നാഗമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതിന് വിഷമുണ്ട്, അതൊരു പൂർവ്വകാലത്ത് എന്തോ ഉരകജീവികളെ ആക്രമിച്ചതിൻ്റെ ദോഷം കൊണ്ടാണ് നാഗാരാധന നടത്തുന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. അതാണ് മുമ്പേ പറഞ്ഞത്, വളരെ കൃത്യമായ യുക്തിയിൽ ചർച്ച ചെയ്തില്ല എങ്കിൽ ചില വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായി മാറും. ശരിയല്ലേ? നാഗാരാധന നമ്മുടെ ക്ഷേത്രങ്ങളിൽ വ്യാപകമായിട്ടുള്ളതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാന ആരാധനയിലൊന്നാണ് നാഗാരാധന. സാധാരണ അതല്ലാതെ ചില കുടുംബക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലതില്ലെങ്കിൽ അപൂർവമായിട്ട്. ബാക്കി ക്ഷേത്രസങ്കല്പം വന്ന നാഗാരാധന. ഈ നാഗാരാധനയുടെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താ? വളരെ തമാശപൂർവ്വം നമ്മളതിനൊന്ന് സമീപിച്ചാൽ, ഈ വേദിയുടെ ഗൗരവത്തിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടാണ് തമാശ എന്ന് പറഞ്ഞത്. കാര്യം ഈ വേദി വളരെ പ്രധാനമുള്ളതാണ്. നമ്മൾ പറയുന്നത് ഏതോ ജന്മത്തിൽ, ഒന്നുകിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതോ ജന്മത്തിൽ നമ്മൾ ഉരകജീവികളെ ആക്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സർപ്പദോഷമുണ്ട്, സർപ്പദോഷം നീങ്ങാനാണ് എന്ന് പറയാറുണ്ടല്ലേ. നമ്മളൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ സർപ്പത്തിന് എന്തിനാണ് നമ്മളോട് ഇത്ര ദോഷം? എന്തിനാ? അപ്പോൾ പറയും ഈ ജന്മത്തിൽ നമ്മൾ പറയാം അറിയില്ല, ഞാനൊന്നും ഉപദ്രവം. എന്നാൽ പിന്നെ വേറെ പെട്ടെന്നൊരു മറുപടി പിന്നെ എന്താണെന്നറിയോ? ഉത്തരം കിട്ടത്തെ പൂർവ്വജന്മത്തിൽ എപ്പോഴാണ് നമുക്കറിയില്ലല്ലോ. ഈ ജന്മത്തിൽ തന്നെ ഉള്ളതെല്ലാം നമുക്കറിയില്ല. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ 28 കെട്ടിന് ആരൊക്കെ വീട്ടിൽ വന്നോന്ന് അറിയാവോ? ചോറൂണിന് ആരൊക്കെ വന്നെന്ന് അറിയാൻ പറ്റുമോ? നമ്മളെ എഴുത്തിനിരുത്തിയപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അറിയാൻ പറ്റും? അതുപോലെ നമുക്കറിയില്ല. നമ്മളുണ്ട്, പക്ഷേ നമുക്ക് അറിയാത്ത കാലവും ഉണ്ട് അല്ലേ? ഈ ജന്മത്തിലും അറിയാത്ത കാലം ഉണ്ടായിട്ടില്ലേ നമുക്ക്? പൂർണ്ണമായിട്ട് ഇപ്പോഴും ഓർമ്മയിലുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ ഉത്തരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് നിർത്തും. കാര്യം അങ്ങോട്ട് പോയാൽ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെയല്ല, കണ്ടെത്താൻ പറ്റാത്തതായ യാതൊരു ഈശ്വര സങ്കല്പവും നമുക്കില്ല. എല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ്. കണ്ടെത്തി അനുഭവിച്ചറിയുവാൻ എന്ത് ചെയ്യണം? മനസ്സിനെ വിഭ്രാന്തിയിലേക്ക് എത്തിക്കുന്ന വികലമായ ബോധത്തെ അകറ്റി നിർത്തണം. മനസ്സിലായില്ലേ? മനസ്സിൻ്റെ വിഭ്രാന്തിയെ മുതലെടുക്കുന്നതല്ല ആത്മജ്ഞാനം. മനസ്സിൻ്റെ വിഭ്രാന്തിയെ ഇല്ലാതാക്കി പൂർണ്ണതലത്തിൽ മനസ്സിനെ അകറ്റി നിർത്തിക്കൊണ്ട് മനസ്സിന് ഒരു റോളും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കലാണ് അല്ലേ? മനസ്സിന് റോള് കൊടുത്താൽ എന്താ അവസ്ഥ? മനസ്സെപ്പോഴും മായയാണ്. മായയ്ക്ക് റോള് കൊടുത്താൽ ശുദ്ധജ്ഞാനം ഇല്ലാണ്ടാവും. മനസ്സിലായില്ലേ? ശുദ്ധമായ ബോധത്തിലേക്ക് പ്രവേശിക്കുന്ന മായയാണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ശുദ്ധമായ ബോധത്തെ അനുഭവിക്കണമെങ്കിൽ ആ മനസ്സിനെ വിഭ്രാന്തിയിലാക്കുന്ന ഭയത്തെ മുഴുവൻ ദുരീകരിക്കണം. ഈ ഭയത്തെ സൃഷ്ടിക്കലല്ലേ ഒരർത്ഥത്തിൽ ഇന്ന് നമ്മുടെ പലയിടത്തും ആധ്യാത്മികതയുടെ മറുഭാഗമായി കടന്നു കയറുന്നത് അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലെ പൊതുവിലുള്ളൊരു ശീലം യുക്തിഭദ്രതയിലൂടെ നമ്മൾ പ്രവേശിക്കുക. ഇല്ലെങ്കിൽ നാളത്തെ കാലത്ത് നമ്മുടെ തലമുറ ഈ ആധ്യാത്മിക വിദ്യയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മളവിടെ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് ദോഷം, അതിന് പരിഹാരം എന്നാണ് ഒരു ചാർട്ട്. മനസ്സിലായില്ലേ? ആകപ്പാട് ഇപ്പോൾ നമ്മളെല്ലാവരും ഈശ്വരാന്വേഷികളാവുന്നത് എന്താണെന്നറിയോ? സമയദോഷമുണ്ടോ, കാലദോഷമുണ്ടോ, പിന്നെ വേറെ ഏതെങ്കിലും ദോഷമുണ്ടോ അല്ലേ? പിന്നെ അതിൻ്റെ പരിഹാരമാണ് ഇപ്പോൾ ഈശ്വരാരാധന എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ദോഷം, പരിഹാരം. രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ നേടാനുള്ളത്, അതിനുള്ള പൂജകൾ, കാര്യസിദ്ധി. ഇത് ഈ ചാർട്ടിനപ്പുറത്ത്, ഈ 4 കോളത്തിനപ്പുറത്തേക്ക് ഈശ്വരൻ എന്ന തത്വത്തെ അനുഭവിക്കാനുള്ള നിലയിൽ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തെ ഇന്ന് കൃത്യമായി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നുണ്ടോ? എത്തേണ്ടതല്ലേ? പറഞ്ഞൊരു ആശയം മനസ്സിലല്ലേ? ഒരു ഭാഗത്ത് ദോഷം, അതിൻ്റെ പരിഹാരം, മറുഭാഗത്ത് നേടാനുള്ളത്, അതിനിപ്പോൾ കാര്യസിദ്ധിയെന്നോ ഫലസിദ്ധിയെന്നോ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബിസിനസ് വൽക്കരണത്തിൻ്റെ ഭാഷയിലേക്ക് കടന്നു വരുന്നു. ഇതിനപ്പുറത്തേക്ക് ഈശ്വരീയമായ തലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ട ഭാവത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ തന്നെയല്ലേ നമ്മളെ സ്വയം വിമർശിച്ച് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അനുദിനം അനുഭവ ദർപ്പണങ്ങളിൽ നിന്ന് അനുഭവിക്കും നിന്ന ആത്മവികാസ രേഖ. നമ്മൾ നമ്മുടെ കുറ്റവും കുറവും നമ്മൾ തിരുത്തിയാൽ മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ തിരുത്താൻ സാധിക്കും. അവനവനെ ശുദ്ധീകരിക്കുന്നതാണ് വ്രതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശ്വരാരാധനയിലെ ഏറ്റവും പ്രധാനമല്ലേ വ്രതം? എന്തിനാ വ്രതം? അവനവനെ സ്വയം ശുദ്ധീകരിക്കാനാണ്. അപ്പം നമ്മളും ഇത്തരം കാര്യങ്ങളിലേക്ക് കുറേ കൂടി ജാഗ്രതയായിട്ട് എത്തിയില്ലെങ്കിൽ ഇവിടെ ഈ മനസ്സിൻ്റെ കുരുക്ക് ഇങ്ങനെ പല വ്യവഹാരത്തിൽ നമ്മളായിട്ട് കുരുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നിലയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് നമ്മളൊന്ന് കൊണ്ടുപോയാൽ, ഇപ്പോൾ പറഞ്ഞ നാഗ ആരാധനയിൽ നിന്നാണ് നമ്മളിവിടേക്കൊന്ന് വന്നത്. അവിടേക്കൊന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ഇവിടെ നാഗാരാധനയും മനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പറഞ്ഞു തമാശക്ക് പറയാമെന്ന് പറഞ്ഞത്, ഈ നമ്മൾ എന്താ പറഞ്ഞത്, ഉരകജീവികളെ ആക്രമിച്ചത് അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മളോടൊരു കൊച്ചുകുട്ടി ഒരിക്കൽ ചോദിച്ചാണ്, ഞാനങ്ങനെയാണ് ഒത്തിരി ഉറുമ്പിനെ കൊന്നിട്ട്, അപ്പോൾ ഉറുമ്പ് പൂജ നടത്തണ്ടേന്ന് ചോദിച്ചാൽ എന്ത് പറയും? മറുപടി ഇല്ലാതായി പോയില്ലേ? ഇവിടെ ആ ക്ഷേത്ര സങ്കല്പത്തെ തന്നെ നമ്മൾ കൃത്യമായി നോക്കിയാൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്തൊരിക്കലും നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ വരാറില്ല. നാഗങ്ങളെ മാത്രം പൂർണ്ണ പ്രതിഷ്ഠയിൽ ഇരുത്തിയിരിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ മണ്ണാർശാല, വെട്ടിക്കൂട് പോലെയുള്ള ചില അറിയപ്പെടുന്ന മഹാശാല. അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും ചുറ്റമ്പലത്തിന് പുറത്തായിരിക്കും അല്ലേ? രണ്ടാമതോ, ചുറ്റമ്പലത്തിന് പുറത്ത് മാത്രമല്ല, പ്രദക്ഷിണ വഴിക്കും പുറത്തായിരിക്കും. മൂന്നാമത് കന്നിമൂല എന്ന സ്ഥാനത്തായിരിക്കും ഏറ്റവും ഉത്തമമായി. അവിടെ സ്ഥാനം ഇല്ലെങ്കിൽ മാത്രമേ വേറെ മാറ്റാറുള്ളൂ. ആ സ്ഥാനത്തായിരിക്കും നാഗങ്ങളുടെ പ്രതിഷ്ഠ വരുന്നത്. ഇതേ സ്ഥലത്ത് തന്നെ കന്നിമൂലയ്ക്ക് വരുന്ന മറ്റൊരു പ്രതിഷ്ഠ ഗണപതിയുടേത് അല്ലേ? ഈ ഗണപതി നാഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗണപതിയുടെ പൂണൂലെന്ന് പറയുന്നത്, ദിജത്വം എന്ന് പറയപ്പെടുന്നത്, ഗണപതിയുടെ ബ്രഹ്മജ്ഞാനത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്ന നാഗമാണ്. നാഗയജ്ഞ ഉപവീതം എന്നൊരു നാമമുണ്ട് അല്ലേ സുനിൽ ചേട്ടാ? കൃത്യമായിട്ട് ഉപവീതത്തെ നാഗമായി കൊടുക്കണമെങ്കിൽ, ബ്രഹ്മജ്ഞാനത്തെ നേടാനുള്ളത് ഈ നാഗമായി കൊടുക്കണമെങ്കിൽ, ഈ നാഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ പരിവർത്തനത്തിൻ്റെ, മനോപരിവർത്തനത്തിൻ്റെ അനന്ത സാധ്യതകളെ തുറക്കുന്ന ആത്മബോധത്തിൻ്റെ, ആത്മവിദ്യയുടെ ഉദ്ധാരണമാണ്. അല്ലാതെ നാട്ടിലെ സർപ്പവും പാമ്പും അല്ല. 6 പടിയുണ്ട് എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ, ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടി 6ഉം കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ എന്ന് പറയുന്നതിന് ആദ്യത്തെ 3 പടി കടക്കേണ്ടത് നാഗത്തിൻ്റെ പ്രതിഷ്ഠയിലാണ്. ലൗകികമായ ഉദ്ധാനത്തെ സഹായിക്കുന്ന മൂലാധാര സാധിഷ്ഠാന മണിപൂരകം എന്ന് പറയുന്ന 3 ചക്രങ്ങളുടെയും ഉന്നമനം നാഗത്തിലൂടെ നേടണം. അത് കഴിഞ്ഞുള്ള 3 ഉന്നമനം, ആധ്യാത്മികമായ ഉന്നമനം, അനാഹത പത്മം തൊട്ട് തുടങ്ങി അനാഹതം വിശുദ്ധി ആജ്ഞാചക്രങ്ങളുടെ ഉന്നമനം ഗണപതി തൊട്ട് തുടങ്ങണം. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കന്നിമൂലയ്ക്ക് പോകുന്നത്. അതുകൊണ്ടാണ് 3.5 ചുറ്റിലെ നാഗങ്ങളെ പ്രതിഷ്ഠിക്കും പ്രദക്ഷിണ വഴിക്ക് പുറത്താണെങ്കിൽ. അല്ല, വിഗ്രഹത്തിനൊരു കൃത്യമായ കണക്കുണ്ട്, 3.5 ചുറ്റ്. മനസ്സിലായില്ലേ? ആദ്യത്തെ 3 ചക്രങ്ങളെ കടന്ന് ഉയരണം. അവിടെയാണ് ഗുരുദേവൻ്റെ ദർശനമായിട്ടുള്ള ആടുപാമ്പേ പുനം തേടുപാമ്പേ ആനന്ദ പുനം കണ്ടു നീ ആടുപാമ്പേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈശ്വരീയമായ സങ്കല്പത്തെ പ്രതിദാനം ചെയ്യാൻ വേണ്ടി ചില പ്രതീകമായി ചില ജീവികളുടെ രൂപത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ആ ജീവിയാണ് ഇവിടുത്തെ യഥാർത്ഥ വസ്തു എന്ന് നമ്മൾ സ്ഥാപിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ പകരേണ്ട അറിവിനെ പകരാതെ നഷ്ടപ്പെട്ടു പോകാറില്ലേ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ പകരേണ്ട ഈ ഒരു ഉദ്ധാനം, ഈ ഒരു ചക്രങ്ങളുടെ ഉയർച്ച, ആ വിഷയത്തിൽ നിന്ന് നമ്മൾ നേരെ കാട്ടിൽ കിടക്കുന്ന പാമ്പിൻ്റെ പുറകിൽ പോകേണ്ടി വരും. അവിടെയാണ് നമ്മുടെ വഴി മനസ്സിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ 3 തലത്തിലുള്ള ഉയർച്ചയാണ് ഗണപതിയിലൂടെ. ആ ചക്രത്തിൻ്റെ ഉദ്ധാനത്തിൻ്റെ പ്രതീകമുള്ളത് കൊണ്ടാണ് ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുക എന്ന സമ്പ്രദായം ഉള്ളത്. യോഗശാസ്ത്ര സിദ്ധാന്ത പ്രകാരം ഇടയും പിങ്കലയും ബ്രഹ്മനാഡിയാകുന്ന സുഷുമ്നാ നാഡിയെയും ഒരുപോലെ ഉദ്ധാനം ചെയ്ത് പഞ്ചപ്രാണന്മാരെ ഉയർത്തിക്കൊണ്ട് ഒരു വ്യക്തിയിലെ പൂർണ്ണമായ ഊർജ്ജപ്രവാഹത്തെ ഉജ്ജ്വലമാക്കി മാറ്റുമ്പോൾ അയാളിലുള്ള മടിയും ആലസ്യവും അകർമ്മണ്യതയും ഒക്കെ മാറിക്കൊണ്ട് സ്വയം ആത്മബോധത്തിലേക്ക് ഉണർന്ന് വളരെ കൃത്യമായ സ്മൃതിബോധത്തിലേക്ക് എത്തപ്പെടുന്ന സമയം അയാളുടെ ജീവിതത്തിൽ വിജയിക്കും. അതാണ് വിഘ്നവിനാശകൻ. നമ്മളുടെ കഴിവിനെ വർദ്ധിപ്പിക്കാൻ, നമ്മളിലെ എനർജിയെ വർദ്ധിപ്പിക്കാൻ,
നമ്മൾ ആശ്രയിക്കുന്നതാണ് ദേവന്മാരെ. അല്ലാതെ ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, എല്ലാം നീ ചെയ്തോണം, ഞാൻ ദുർബലനാണ് എന്ന് പറയുന്ന ദൗർബല്യത്തിൻ്റെ ആരാധനയല്ല നമ്മുടെ ഈശ്വരാരാധന. ആണോ? അങ്ങനെയാണെങ്കിൽ അർജുനന് വേണ്ടി ഭഗവാൻ യുദ്ധം ചെയ്താൽ പോരായിരുന്നോ? അർജുനക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഉപദേശിച്ചിട്ട് അർജുനെ കൊണ്ട് ജയിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നമ്മളെ കരുത്തനാക്കാനാണ് നമ്മുടെ ഈശ്വരാരാധന. അപ്പം നമ്മളെ കരുത്തനാക്കണമെങ്കിൽ നമ്മുടെ ദുർബലനാക്കുന്ന മനസ്സെന്ന ഭാവത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടണം. വേണ്ടേ? മനസ്സല്ലേ നമ്മളെ ദുർബലനാക്കുന്നത്. നമ്മളെ കരുത്തനാക്കുന്നത് എന്താ? ആത്മബോധമാണ്. അതാണ് ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിക്കുന്നത് ആധ്യാത്മികത. ആത്മാവിനെ സംബന്ധിക്കാത്ത എല്ലാ വിഷയങ്ങളും ആധ്യാത്മികതയ്ക്ക് പുറത്താണ്, ഭൗതിക വ്യവഹാരങ്ങൾ മാത്രമാണ്. പറഞ്ഞതിനർത്ഥം മനസ്സിലായില്ലേ? ഇവിടെ ഒരർത്ഥത്തിൽ ഉന്നതമായ ചിന്തയിലേക്ക് വന്നാൽ NDV നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ പറയുന്നത്, ചിത്തം നിശ്ചലമാകണം. ആത്മോപാസന വേളയിൽ ചിത്തം നിശ്ചലമെങ്കിൽ എന്തിന് പൂജാവിധികളേറെയും. അവിടെ പൂജാവിധികൾ പോലും മനസ്സിനെ അടക്കുന്നത് വരെ ഉള്ളൂ സ്ഥാനം. മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ, പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഉന്നതമെന്ന് നമ്മളിന്ന് വിചാരിച്ചിരിക്കുന്നത് പോലും മനസ്സിൻ്റെ ഭാവരസങ്ങൾക്ക് അനുസൃതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനും അപ്പുറത്തേക്കൊരു തലമുണ്ട്. ആ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ മനസ്സിനുമായി ബന്ധപ്പെടുന്ന യാതൊന്നിനും സ്ഥാനമില്ല എന്ന ശുദ്ധബോധത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതാണ് പൂർണ്ണമായ തലത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ മനസ്സിനെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി വ്യവഹാരം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ ആദ്യത്തെ ഭാവം പറഞ്ഞത് മനസ്സ് ജാഗ്രതാണ്. എന്താ ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ? ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകവിഷയങ്ങളെ അനുഭവിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത എന്ന് പറയുന്നത്. സാധാരണഗതി എല്ലാവരും പറയും ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കലല്ല. ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് തന്നെ എത്രയോ പേര് ചിലപ്പോൾ ഇവിടുന്ന് അല്ലേ കണ്ണ് തുറന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പം വീട്ടിലായിരിക്കും അല്ലേ, ചിലപ്പോൾ നാട്ടിലായിരിക്കും, പലതിലും ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഉണർന്നിരിക്കൽ എന്നുള്ളതിനേക്കാളുപരി ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യ വിഷയങ്ങളെ അനുഭവിച്ച് അതിൽ രമിക്കുന്ന അവസ്ഥയാണ് ഏത്? ജാഗ്രത. ഇനി അടുത്ത രണ്ടാമത്തെ എന്താ? സ്വപ്നം. സ്വപ്നത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ബാഹ്യ വിഷയങ്ങളെ സ്വയം സൃഷ്ടിച്ച് അനുഭവിക്കലാണ്. നമ്മൾ സ്വപ്നത്തിൽ നമ്മളെ ആരെങ്കിലും ഒരാൾ അടിച്ചു, വേറെ ആരുടെയെങ്കിലും കൈ വന്ന് നമ്മുടെ സ്കിന്നിൽ കൊണ്ടിട്ടാണോ നമ്മൾ അടിച്ചു എന്നുള്ളത് അറിയുന്നത്? സ്വപ്നത്തിൽ കിടന്ന് നമ്മളൊരു പാട്ട് കേട്ടു, നമ്മൾ കിടക്കുന്നിടത്ത് പരിപൂർണ്ണ നിശബ്ദതയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് പരിപൂർണ്ണ, വേറെ പലരും കിടപ്പുണ്ടെന്നും വെക്കുക. അവരാരും കേൾക്കാത്ത പാട്ട് നമ്മൾ കേട്ടു, വലിയ ഉച്ചത്തിലൊരു പാട്ട് സ്വപ്നത്തിൽ കേട്ടു. കാതിലൂടെയാണോ കേട്ടത്? നമ്മൾ കാതിലൂടെ കേൾക്കുന്ന തരത്തിൽ അവിടെ പാട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത് കിടക്കുന്ന ആളും കേൾക്കണ്ടേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങളില്ലാതെ, ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ, ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന സർവ്വ വിഷയങ്ങളെയും മനസ്സ് സ്വയം സൃഷ്ടിച്ച് അനുഭവിച്ച് ആനന്ദിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്വപ്നം. ഇത് ഉണർന്നതും ചെയ്യാം, ഉറങ്ങിക്കൊണ്ടും ചെയ്യാം. മനസ്സിലായില്ലേ? ഉണർന്നത് ചെയ്താൽ മനോരാജ്യം കാണുക. നമ്മളെയൊക്കെ വീട്ടിലെ കുട്ടികൾ ചില സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും, മുന്നിലൂടെ എന്ത് നടന്നാലും അറിയത്തില്ല. അടുത്ത് നമ്മൾ ചോദിക്കും, അതെടുത്തത് കണ്ടില്ലേ? എപ്പോ? അല്ലേ? സാധാരണ ഒരു ചോദ്യം, എപ്പോ? അറിഞ്ഞില്ല. നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം മൈക്കിലൂടെ ചിലപ്പോൾ ആചാര്യന്മാർ ഭയങ്കര ഇടിവെട്ട് ഇങ്ങനെ ഇടിമുഴക്കം പോലെ പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് മുമ്പേ ഇരിക്കുന്ന ആൾ ഇങ്ങനെ കണ്ണും തുറച്ചിരിക്കും. ആചാര്യന് ഭയങ്കര സന്തോഷം. എന്താ കാര്യം? ഓഹ്, ഒരാളെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ആനന്ദത്തോടെ ചോദിച്ചു, മനസ്സിലായില്ല. അപ്പോൾ ചോദിക്കും, എന്തോന്നാ ഒന്നുകൂടെ പറഞ്ഞേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മനോരാജ്യത്തിലാണ്, എവിടെയോ പോയിരുന്നു അല്ലേ? പലപ്പോഴും ആചാര്യനെയൊക്കെ പരാജയപ്പെടുത്തുന്ന കേൾവിക്കാരുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല. ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഈ അനുഭവബോധ്യത്തിലൂടെ ആയിരുന്നു. പണ്ട് കാലത്ത് ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നടത്തുക എന്നൊക്കെ പറയുന്ന സ്ഥലത്തെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന കണക്കായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ പറഞ്ഞു വിടണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് ലാത്തിച്ചാർജ് നടത്തണ്ട, പ്രത്യേകിച്ചും ക്ഷേത്ര പരിസരത്ത്. ആൾക്കാരെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഗാനമേള മ്യൂസിക് പരേഡ് വെച്ചാൽ മതി. എൻ്റെ നാട്ടിലൊക്കെയുള്ള രീതിയാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഓരോ സ്ഥലത്ത് ഓരോ രീതി ഉണ്ടാവാം. അവിടെ എങ്ങാനും ഒരു ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആധ്യാത്മിക പ്രഭാഷണത്തിന് വേണ്ടി വിളിച്ച് മൈക്കിൻ്റെ അടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ പ്രഭാഷണം തുടങ്ങി 4ാമത്തെ വാക്ക് പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയിക്കോളും. കാരണം എന്താ? ദൈവത്തിൻ്റെ പേരിലുള്ള മറ്റെല്ലാത്തിനെയും നമുക്ക് വേണം. ദൈവത്തിൻ്റെ പേരിൽ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന സർവ്വതും നമുക്ക് ആവശ്യമുണ്ട്.
ദൈവത്തിൻ്റെ പേരിൽ മനസ്സിൻ്റെ ഭ്രമത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഈശ്വരജ്ഞാനം നമുക്ക് ആവശ്യമില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി? ഇപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ എല്ലാം നടത്തി കൂട്ടുക, ചോദിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ പേരിലാണ്. മനസ്സിലായില്ലേ? പക്ഷെ ദൈവത്തെ മാത്രം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് നമ്മൾ പോകുന്ന വഴി കൃത്യമാണോ എന്നറിയേണ്ട ഒരു വിഷയം എന്ന നിലയിൽ ഇതിലെ സമീപിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതാണ് പോകുന്ന വഴി കൃത്യമാണോ എന്ന് അനുസന്ധാനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കൃത്യമല്ല എന്ന ബോധം വന്നാലല്ലേ നമുക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റൂ, അല്ലേ? നമ്മളിപ്പോൾ പോകുന്ന വഴി, ഇപ്പം ഞാനിവിടുന്ന് ഗുരുവായൂരേക്ക് പോകണം, എൻ്റെ മനസ്സിൽ നല്ല ഉറപ്പിച്ച് ഞാൻ ഇതാണ് അങ്ങോട്ട് പോകുന്നതാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞ് നടന്നാൽ ആ വഴി കൃത്യമല്ലെങ്കിൽ ഞാൻ എത്ര നടന്നാലും എവിടെ എത്തില്ല? എത്തുമോ? വേണമെങ്കിൽ നമുക്ക് തമാശയ്ക്ക് പറയാം, ഭൂമി ഉരുണ്ടതായിട്ട് കറങ്ങി അങ്ങ് എത്തുമെന്ന്. അതൊന്നും എത്താൻ പറ്റത്തില്ല, നമുക്ക് നിങ്ങൾക്കും ഒക്കെ അറിയാം. അപ്പോൾ കൃത്യമല്ല എന്ന് ഒന്നുകിൽ ഞാൻ അറിയണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തണം, അല്ലേ? അതാണ് ചില യാത്രകളിൽ, ജീവിതയാത്രകളിൽ നമുക്ക് ഗുരുനാഥന്മാർ വന്നു തരുന്നത്. അവർ നമ്മളെ ബോധ്യപ്പെടുത്തും, ഇല്ലെങ്കിൽ നമ്മൾ സ്വയം അറിയണം, വേണ്ടേ? അപ്പോൾ അതിനുള്ള അറിവുകൾ നമ്മൾ നേടണം. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാതയൊന്ന് കൃത്യമാക്കി ശരിയായ പാതയിലേക്ക് ഒന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, അത്തരത്തിലൊരു പ്രഭാഷണ വേദിയിൽ പ്രഭാഷണം നടക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോയി. എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോഴും ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ ആ മൈതാനത്തിന് നടുക്ക് ഇങ്ങനെ ഇരിക്കുക. അവർ പ്രഭാഷണം നടത്തിക്കൊണ്ട് ആചാര്യന് ഭയങ്കര ഇഷ്ടമായി. ഒരാളെങ്കിലും പൂർണ്ണമായും കേൾക്കാനിരിപ്പുണ്ടല്ലോ, എന്നാൽ അവന് വേണ്ടി ഒരു അരമണിക്കൂറും കൂടെ എടുക്കാം. അരമണിക്കൂറും കൂടെ എടുത്ത് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആചാര്യൻ നേരെ ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു. കാര്യം പ്രഭാഷണത്തിന് വിളിച്ചവർ പോലും അവിടെ ഇല്ല. ചെന്നിട്ട് പറഞ്ഞു, എന്തായാലും നീ മിടുക്കനാണ്, നീയെങ്കിലും അവിടെ ഇരുന്നല്ലോ മുഴുവൻ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവിടെ ഇരുന്ന പയ്യൻ പറഞ്ഞു, അതൊന്നും അല്ല സ്വാമി, കാരണം അമ്പലക്കാർ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പായ എടുത്തുകൊണ്ട് വന്ന സ്വാമിക്ക് ഇരിക്കാൻ ഇട്ട് തന്നത്, അത് സ്വാമി നിർത്തിയാലേ എനിക്ക് പായ എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് കിടക്കാൻ പായില്ലല്ലോ. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ വിചാരിക്കും കണ്ണ് തുറന്നിരിക്കുന്നവരെല്ലാം പ്രഭാഷണം കേട്ടിരിക്കുന്നവരാണെന്ന് ചോദിച്ചാൽ അറിയില്ല. കേൾക്കാനിരിക്കുന്ന നിങ്ങളെ ധർമ്മസങ്കടത്തിലാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ അങ്ങനെയാണ് മനോരാജ്യം കണ്ടിരിക്കും, അല്ലേ? അത് എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ ഭാവമാണ്, അല്ലാതെ ആരുടെയും കുറ്റമല്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ പറഞ്ഞത്, സ്വപ്നം. അപ്പോൾ അത് കണ്ണ് തുറന്നിരുന്നും കാണാം, കണ്ണടച്ചിരുന്നും കാണാം. ഇപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഭാവം എന്താ? ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെയും മനസ്സ് സ്വയം വിഷയങ്ങളെ സൃഷ്ടിച്ച് അനുഭവിക്കാതെയും മനസ്സ് ഒന്നും പ്രകടമാക്കാതെ തൻ്റെ ജീവനിലേക്ക് അടങ്ങി നിൽക്കുന്നതാണ് സുഷുപ്തി. ഇന്ദ്രിയങ്ങളിലൂടെയും അറിയുന്നില്ല, ഇന്ദ്രിയങ്ങളില്ലാതെ സ്വയം ചിത്രീകരിക്കുന്നതുമില്ല. മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നിലേക്കും വ്യവഹരിക്കാതെ പരിപൂർണമായിട്ടും ഏതിലേക്ക് അടങ്ങുന്നു? ജീവൻ്റെ ഭാഗമായി ഒതുങ്ങി നിൽക്കുന്നു. സ്വയം അനുഭവബോധ്യമില്ലാത്ത അവസ്ഥ, ആശ്രയിച്ചുമില്ല, സ്വയവും ഇല്ല. ഇതാണ് സുഷുപ്തി. ഈ മൂന്ന് അവസ്ഥകളുണ്ട്. ഇതിനെയാണ് അവസ്ഥാന്തരങ്ങളെന്ന് വിളിക്കപ്പെടുന്നത്. ഈ മൂന്ന് അവസ്ഥകളെയും കടന്നിട്ടൊരു ഭാഗമാണ് ഏത്? തുരീയം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ വിഷയത്തെ അനുഭവിച്ചതും സ്വയം സൃഷ്ടിച്ചതും ഒന്നും അറിയാതെയും സൃഷ്ടിക്കാതെയും നിന്നതും മനസ്സാണ്. ആ മനസ്സിന് അപ്പുറത്തേക്കൊരവസ്ഥ, അതായത് മനസ്സിനെ കടക്കുക. മനസ്സിലായില്ലേ? ആ മനസ്സിനെ കടക്കുന്ന ഒരു ഭാവം, അതിനെയാണ് തുരീയം എന്ന് പറയുന്നത്. അതിനാണ് ഓംകാരം, പ്രണവമന്ത്രം. ഓംകാരത്തിൻ്റെ ജപത്തിൽ ആ ഓം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പറയുന്ന തത്വത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങളും ദീർഘമായി ഉച്ചരിച്ച് അവസാനത്തെ ഉച്ചാരണ രീതിയിൽ അകാരം 15 മാത്രയും ഉകാരം 15 മാത്രയും 70 മാത്ര ഓമിൻ്റെ എന്നുള്ള ശബ്ദം ദീർഘമായി പോകുമ്പോൾ അതിൻ്റെ നാദം വന്ന് ലയിക്കുമ്പോൾ അവിടെ ഒരു ശൂന്യത ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു ചിന്തകളും അകത്ത് കിടക്കാത്തൊരവസ്ഥ, അവിടെ ഒരു ആനന്ദം ഉണ്ടാവും. അത് നമ്മുടെ ഒരു റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു നിമിഷം ഒരു ചിന്തകളും കടക്കാത്തൊരവസ്ഥയ്ക്ക് നമുക്ക് റിലാക്സേഷൻ തരാൻ സാധിക്കുമെങ്കിൽ ഈ ചിന്തകൾ കൊണ്ടുള്ള മഥനമല്ലേ നമ്മളിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ഇപ്പോൾ, അല്ലേ? നമുക്ക് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? നമ്മളെ വീട്ടിലിരിക്കുന്ന ടി വിയുടെ ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെങ്കിൽ നമുക്ക് റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ അറിഞ്ഞോ അറിയാത്തയോ വിഷയങ്ങളാണോ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നത്? ആണോ? ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും എന്ന് പറഞ്ഞ വിഷയങ്ങളാണോ കടന്നു വരുന്നത്? ഒന്നിൽ നിന്നൊന്നിലേക്ക് ലിങ്ക് ചെയ്ത് പോവുകയാണ്. ഇപ്പം നിങ്ങളിവിടെ യജ്ഞശാലയിലേക്ക് വന്ന സമയത്ത് നിങ്ങളെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിരുന്ന ഒരു സുഹൃത്തിനെ കണ്ടു. ആ സുഹൃത്തിനെ കണ്ട് അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച കാര്യം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് ഇദ്ദേഹം വഴക്കൂടിയത് കണ്ടു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചു പോയില്ലേ? ചെങ്ങലയാണ് ഇതിങ്ങനെ കോർത്തു എവിടെ പോയി അവസാനിക്കുമെന്ന് പോലും അറിയില്ല. മനസ്സിലായില്ലേ?
അപ്പോൾ ആ ചിന്തകൾക്കൊരു നിരോധനം ആവശ്യമാണ്. അതാണ് മനോനിയന്ത്രണം. അതിനെയാണ് പതഞ്ജലി മഹർഷി പറയുന്നത് ചിത്തവൃത്തി നിരോധ ഇതി യോഗ. നമ്മളെല്ലാത്തിനും പറയും യോഗം അല്ലേ. ഭഗവത്ഗീതയിൽ ഭഗവാന്റെ ഉപദേശത്തിൻ്റെ 18 അധ്യായങ്ങളുടെയും പേരിൽ എന്തുണ്ട്? യോഗം. അർജുനന് ദുഃഖം വന്നപ്പോഴും യോഗമായിരുന്നു. എന്തുകൊണ്ടാണ്? ആ ദുഃഖം കൊണ്ടാണല്ലോ ജ്ഞാനത്തോട് കൂടിച്ചേരാനുള്ള ഭാഗ്യം വന്നത്. ജ്ഞാനമാണ് ഈശ്വരൻ. അത് കഴിഞ്ഞിട്ടുള്ള ഉപദേശം സാംഖ്യയോഗം, കർമ്മയോഗം ഇല്ലേ, ജ്ഞാനയോഗം, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ യോഗങ്ങളാണ്. യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കൂടിച്ചേരുക. യുജ് എന്ന വാക്കിൽ നിന്നാണ്. എന്തിനോട് കൂടിച്ചേരണം? പലതരത്തിലുള്ള കൂടിച്ചേരുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ മരുന്ന് നിർമ്മാണത്തിന് യോഗം എന്ന് പറയും. അതായത് ചില മരുന്നുകൾ, ഔഷധങ്ങൾ തമ്മിൽ ചേരുന്നതിന് യോഗം എന്ന് പറയും. ഇവിടെ ആ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ഇവിടെ എടുക്കേണ്ടത് ജീവൻ പരമാത്മാവിലേക്കുള്ള കൂടിച്ചേരൽ. നമ്മുടെയൊക്കെ ജീവൻ ഒടുവിൽ എതിൽ ചേരണം? പരമാത്മാവിലേക്ക് ചേരണം. ഒടുവിലെന്ന് ഉദ്ദേശിക്കുന്നത് മരിക്കുമ്പോഴല്ല. ഒടുവിലെന്നതറിഞ്ഞ് നേരത്തെ തന്നെ ചേർത്താൽ അത്രയും നല്ലത്. മനസ്സിലായില്ലേ? സമസ്ത ഭാവങ്ങളിലേക്കും പോകാതെ അതിലേക്ക് ചേർക്കല്ലേ. അപ്പോൾ ഇവിടെ യോഗം, ആ കൂടിച്ചേരൽ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെയാണ് പറഞ്ഞത് ചിത്തവൃത്തി നിരോധ ഇത് യോഗ. ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗം. ആ സൃഷ്ടിച്ച പതഞ്ജലി മഹർഷിയുടെ യോഗ പോലും ഇപ്പോൾ സർക്കസായി മാറിക്കഴിഞ്ഞു. പലതിൻ്റെ ഉദ്ദേശത്തിന് വിപരീതമായിട്ടാണ് പോണേ. ഇപ്പോൾ യോഗ എന്താണെന്ന് ചോദിച്ചാൽ അല്ലേ, ഈ കാല് വളച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ചെവി പിടിച്ചാൽ യോഗയായി. ഈ തല മടക്കി കാലിൻ്റെ പാദത്തിൽ കൊണ്ടുവന്ന് തൊട്ട് കഴിഞ്ഞാൽ അതാണിപ്പോൾ യോഗയെന്ന് പറഞ്ഞത്. ഇപ്പോൾ പാമ്പ് വളയുന്ന കണക്ക് വളഞ്ഞു കഴിഞ്ഞാൽ അത് യോഗയായി. അപ്പോൾ എന്തൊക്കെയാണോ അതിൻ്റേതായ ആത്മശുദ്ധിക്ക് ആവശ്യമായി ചേർന്നിരുന്നത് അതെല്ലാം നഷ്ടപ്പെട്ടിട്ട്, യഥാർത്ഥ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ട് മൂല്യങ്ങളില്ലാത്തതിനെ മൂല്യവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വൃത്തികളെ നിയന്ത്രിക്കണം. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നതിന് 3 അവസ്ഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ആനന്ദം എന്ന് പറഞ്ഞു അല്ലേ. ഒരു നിമിഷം ചിന്തകളില്ലാതിരുന്നാൽ നമുക്ക് റിലാക്സ് ഉണ്ടാവുമെങ്കിൽ ദീർഘസമയം ആ ചിന്തകളില്ലാണ്ടിരുന്നാൽ നമുക്ക് എത്രത്തോളം ശാന്തി ഉണ്ടാവും? ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ശാന്തിയാണ്. ഏറ്റവും വലിയ സമ്പത്ത് ശാന്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീർക്കുന്ന സമയത്ത്, ഇപ്പോൾ പ്രഭാഷണം തീരുന്ന സമയത്തോ അല്ലാത്ത സമയത്തൊക്കെ ശാന്തി മന്ത്രം ചെല്ലുക എന്ന് പറയും അല്ലേ. മന്ത്രത്തിനൊരർത്ഥമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മന്ത്രം ശാന്തി മന്ത്രമാണോ എന്തോടെ ചെല്ലണം? ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഈ ഓം ശാന്തി ശാന്തി ശാന്തി? ആദിദൈവികം, ആധ്യാത്മികം, അതിഭൗതികം. അപ്പോൾ ഈ 3 ദുഃഖങ്ങളും യഥാർത്ഥം ഇതാണ് താപത്രയം. ഇവിടെ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് ഭാഗവത മാഹാത്മ്യത്തിൽ ആദ്യത്തെ ഭഗവാനെ സ്തുതിക്കുന്ന ശ്ലോകം ഏതാ? ഓം സച്ചിദാനന്ദരൂപായ വിശോൽപത്യാദിഹേതവേ. ഭഗവാനെ സ്തുതിച്ചു. എന്താ? അല്ലയോ ഭഗവാനെ സച്ചിദാനന്ദരൂപനെ, സത്ചിത്താനന്ദം അല്ലേ, നാശമില്ലാത്ത നിത്യസത്യമായ ആനന്ദം. ഇതാണ് ഭഗവാന്റെ രൂപം. പിന്നെ ഭഗവാന് നമ്മൾക്കിപ്പോൾ ഓടക്കൊള്ളുന്ന കൃഷ്ണനെ വെച്ചു, ചതുർഭുജത്തിലിരിക്കുന്ന വിഷ്ണുവിനെ വെച്ചു, തൃശൂലം പിടിച്ചിരിക്കുന്ന ശിവനെ വെച്ചു. ഇതൊക്കെ എന്തിനാ? ആരാധനയുടെ പാത്രമാക്കി ദേവതാഭാവത്തിൽ ചില ഗുണതത്വങ്ങൾക്ക് ആശ്രിതമാക്കി ആ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മളെ ശുദ്ധമാക്കാൻ പ്രാപ്തമായ ഗുണസ്വരൂപനായി ഭഗവാനെ പ്രതിഷ്ഠിച്ചു. അതാണ് അതിൻ്റെ അർത്ഥം. ഓരോ ഭഗവാന്റെ രൂപവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പെരുന്തുട്ട വാഴുന്ന മഹാദേവൻ്റെ കയ്യിൽ തൃശൂലമുണ്ട് അല്ലേ, ശരിയല്ലേ? ഈ തൃശൂലം എന്തിനാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്നത്? ഒറ്റ വാക്കി നമ്മൾ പറയാം, ആയുധമല്ലേ, ദുഷ്ടന്മാരെ കൊല്ലാനാണെന്ന് പറയും. ത്രിഗുണങ്ങളെ ഹരിക്കുന്നതാണ് തൃശൂലം. ഭഗവാനെ ആശ്രയിക്കുമ്പോൾ നമ്മളുടെ ത്രിഗുണങ്ങളില്ലാണ്ടാകാനാണ് ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നത് ബോധം വേണം. ഏതാ? തമോ രജ സത്വഗുണങ്ങളെ ദുരീകരിക്കണം. തമസ് നമ്മളെ പൂർണ്ണമായും നശിപ്പിക്കും. രജസ് നമ്മളെ പലതിലേക്കും കൊണ്ടുവന്ന് ഭ്രമിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കും. മനസ്സിലായില്ലേ? അതാണ് ആ ഭാവം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിന് അടുത്ത് വരെ എത്തി, പക്ഷേ ലക്ഷ്യത്തിൽ പ്രവേശിച്ചോ? വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തിരിച്ചാൽ നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടിനെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നമ്മുടെ പോസ്റ്റിൽ തന്നെ കളിക്കുന്ന ഒരു ഭാഗത്തെ ടീമിലാണ് ഞാനുള്ളതെങ്കിൽ എൻ്റെ പോസ്റ്റിനടുത്ത് പന്ത് നിൽക്കുകയാണെങ്കിൽ അത് തമോ ഗുണം. എപ്പോൾ വേണമെങ്കിലും ബോൾ എൻ്റെ അല്ലേ പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ എതിർ ടീം ജയിക്കും. അതാണ് തമോ ഗുണം. നമ്മളെപ്പോൾ വേണമെങ്കിലും പരാജയത്തിൻ്റെ വക്കീലാണ്. ഈ ബോൾ നമ്മളെ ടീം അംഗങ്ങളെല്ലാം കൂടി തയ്യാറാക്കി അടിച്ചൊരു മധ്യഭാഗത്ത് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ അപ്പുറം ഇപ്പുറമായിട്ട് നിന്ന് മധ്യഭാഗത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു തരത്തിൽ പറഞ്ഞ രജോ ഗുണം, എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണേ. അപ്പോൾ അതൊരു രജോ ഗുണമായിട്ട് പറയാൻ പറ്റും. കാരണം അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ഇനി ഇവിടെ നിന്ന് നല്ലതുപോലെ പാസ് ചെയ്ത് ശത്രുവിൻ്റെ ബോസിലേക്ക് കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ അതൊരു സത്വഗുണത്തിനടുത്തെത്തിയെന്ന് പറയാം. അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും അവിടുത്തെ നല്ലൊരു പ്ലെയർ വന്ന് അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാലും വീണ്ടും പോയില്ലേ. അപ്പോൾ സത്വഗുണത്തിൽ നിന്ന് ജയിച്ചാൽ അപ്പം ഗോൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ലല്ലോ, അത് അവിടെ പോയിൻ്റായി. എന്നതുപോലെ പൂർണ്ണമായും ഈ ഗുണങ്ങളിൽ 3 ഗുണത്തെയും കടക്കണം. സത്വഗുണം ശ്രേഷ്ഠമാണ്, പക്ഷേ ആ ശ്രേഷ്ഠമെന്നതും വീഴ്ചയ്ക്ക് കാരണമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയും കടക്കണം, ത്രിഗുണങ്ങളെയും കടക്കണം. ആ ത്രിഗുണങ്ങളെയും കടക്കുമ്പോഴാണ് ഹൃദയത്തിൽ ഈശ്വരൻ്റെ താളത്തുടികൾ ഉണ്ടാകുന്നത്. അതാണ് ഡെക്കാമൃത തുടി താളങ്ങ കേൾക്കാമുടനപ്പോൾ. അതിനാണ് ഭഗവാന്റെ തൃശൂലത്തിൽ ഒരു ഡെക്ക കെട്ടിയിട്ടേക്കുന്നത്. മനസ്സിലായില്ലേ? ത്രിഗുണങ്ങൾ നമ്മൾ സ്വയം ഭഗവാൻ മഹാദേവനെ ആശ്രയിച്ച് ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ആ താണ്ഡവചലനം, ഡെക്കാമൃത തുടി താളങ്ങൾ കേൾക്കണം. നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന ആനന്ദം. സ്ഥിതിപാലകനായ വിഷ്ണു ഭഗവാൻ ശംഖുചക്ര ഗദാപത്മധാരിയ, എന്താ രാജയോഗം കർമ്മയോഗം അല്ലേ? യോഗമാർഗങ്ങളുള്ള രാജയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, ജ്ഞാനയോഗം ഉണ്ട്. ഈ യോഗമാർഗത്തിൻ്റേതാണ് ചതുർഭുജം. ജ്ഞാനയോഗത്തിന് സുദർശനം, നല്ല ദർശനം, ജ്ഞാനം. കർമ്മം എന്താ? പ്രൗഢി ഉറപ്പിക്കുന്നതാണ്, നേടുന്ന പ്രൗഢിയും ആധിപത്യവും, അതിനാണ് ഗത. രാജയോഗത്തിൻ്റെ പ്രതീകമാണ് ഓംകാര നാദത്തെ ജ്വലിപ്പിക്കുന്ന ശംഖ്. അത് കഴിഞ്ഞാൽ പത്മം ഭക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ ഈ തത്വത്തിലെ അറിഞ്ഞാചരിച്ച് വേണം നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ദേവതാരൂപങ്ങളൊക്കെ ഗുണാത്മകമായ സൃഷ്ടികളാണ്. ആ ഗുണാത്മകതയെക്കുറിച്ച് അറിഞ്ഞ് നമുക്കതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഓംകാരത്തിൻ്റെ മന്ത്രധ്വനിയിലൂടെ ഈ ആനന്ദം, ചെറിയൊരു ആനന്ദത്തെ പോലും നമുക്ക് റിലാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതലാണെങ്കിൽ അത് വലുതാണ്. അപ്പോൾ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ശാന്തിയാണ് അല്ലേ? ഇന്ന് നമ്മളെല്ലാവരും സമ്പത്തെന്ന് കാണുന്ന ഭൗതികമായ ജീവിതത്തിൻ്റെ സുഖഭാവങ്ങളെ സമ്പത്തെന്ന് കരുതി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ശരിയല്ലേ? ഇവിടെ ഭഗവാൻ വളരെ കൃത്യമായിട്ട് അർജുനന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ 3 തരം കൃഷ്ണനെ മനസ്സിലാക്കണം എന്ന് സാധാരണഗതി പറയാറുണ്ട്. ഒന്ന് ദേവകീ കൃഷ്ണൻ, മനസ്സിലായില്ലേ? ഒന്ന് ദേവകീ കൃഷ്ണൻ, രണ്ടാമത്തത് ഭാഗവത കൃഷ്ണൻ, മൂന്നാമത്തത് ഗീതാകൃഷ്ണൻ. 3 ഭാവങ്ങളിലൂടെ മനസ്സിലാക്കിയാലേ കൃഷ്ണൻ മനസ്സിലാക്കാൻ പറ്റൂ. ദേവകീ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? അസുര നിഗ്രഹം നടത്തി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വന്ന് അവതരിച്ച ഭാവം ആണ് ദേവകീ കൃഷ്ണൻ. മനസ്സിലായില്ലേ? ഭാഗവത കൃഷ്ണനോ മുക്തി തത്വത്തിലേക്ക് എത്തിക്കുന്നത്, മുക്തി സായൂജ്യത്തിലേക്ക് ഉയർത്തുന്നത്. അവിടെ ഭാഗവത കൃഷ്ണൻ്റെ ലീലകൾ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ദേവകീ കൃഷ്ണൻ്റെ തലത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. എൻ്റെ 3 ഭാവങ്ങൾ പറയാം. ഒരേ നടൻ തന്നെ അല്ലേ? 3 ഭാവങ്ങൾ അഭിനയിച്ചു എന്ന് പറയുന്ന കണക്കാണ് പറയുന്നത്. അവിടെ കൃഷ്ണൻ്റെ കഥയിലെ ഏറ്റവും പ്രധാനമല്ലേ കുരുക്ഷേത്ര യുദ്ധം അല്ലേ? ഏറ്റവും ഭഗവാനിൽ അറിയപ്പെടുന്ന ഗീത ഉപദേശിച്ചത് ഏതിലാ? കുരുക്ഷേത്ര യുദ്ധക്കളത്തിലാണ്. എന്തേ ആ ഗീത ഭഗവാന്റെ മഹത്വത്തെ ഇത്രയും വർണ്ണിക്കാനെടുത്ത ഭാഗവതത്തിൽ വർണ്ണിച്ചില്ല വ്യാസൻ? മനസ്സിലല്ലേ? കാരണം അവിടെ കർമ്മബന്ധിതമായ പൗരുഷ്യബോധത്തെയും കർത്തവ്യബോധത്തെയും ഉണർത്തുന്നതാണ് ഗീത. അർജുനൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ആത്മജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നതെങ്കിലും ആ ആത്മജ്ഞാനത്തിലൂടെ അർജുനൻ എത്തപ്പെട്ടത് എവിടെയാ? സ്വധർമ്മോ നിധനം ശ്രേയ, സ്വന്തം ധർമ്മം ആചരിക്കലാണ് ശ്രേഷ്ഠം എന്ന തലത്തിൽ തൻ്റെ കർത്തവ്യബോധത്തിലേക്കാണ് അർജുനൻ എത്തപ്പെട്ടത്. ശരിയല്ലേ? അർജുനനാണെങ്കിൽ ആദ്യമേ പറഞ്ഞതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വ്യാവഹാരിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം. അല്ലയോ ഭഗവാനെ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, സന്യാസം സ്വീകരിച്ചോളാം. സന്യാസം മോശമല്ല, ഏറ്റവും ശ്രേഷ്ഠമോ. പക്ഷേ അവനവൻ ജീവിക്കുന്ന ആശ്രമ വ്യവസ്ഥയ്ക്കനുസരിച്ച് കർമ്മം അവനവൻ ചെയ്താലേ ലോക വ്യവഹാരാർത്ഥം മുന്നോട്ട് പോവുകയുള്ളൂ. നാളെ നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരൊക്കെ പറയുകയാണ്, പണ്ട് സന്യാസിമാരെല്ലാവരും ഹിമാലയത്തിൽ തപസ് ചെയ്താണ്, ഞങ്ങളല്ലേ ഇപ്പോഴും ഹിമാലയത്തിൽ എന്നാൽ തോക്കൊക്കെ മാറ്റി ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തപസ് ചെയ്യാം, ഓംകാരം ജപിക്കാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ ലോക വ്യവഹാരം? മനസ്സിലായില്ലേ? അവിടെ അവർ കമണ്ടലും രുദ്രാക്ഷമാലയും പിടിച്ചുകൊണ്ട് നിന്നാൽ അവരെ മഹായോഗിമാരെന്ന് വിളിക്കാൻ പറ്റുമോ? ലോകം അവരെന്ത് വിളിക്കും? മഹാദ്രോഹിമാരെന്ന് വിളിക്കും. എന്താ കാരണം? കമണ്ടലും രുദ്രാക്ഷവും മോശമായതുകൊണ്ടല്ല, അവരുടെ കർത്തവ്യപാലനം രാജ്യസംരക്ഷണമാണ് അല്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെയാണ് അവനവൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഉണ്ടാകുന്നതാണ് ജീവിത ദുഃഖങ്ങളെല്ലാം. അതാണ് അർജുനനെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് കുചേലതത്വം പറയുമ്പോഴും വരുന്നത്. കുചേലൻ ഗൃഹശാസ്ത്രധർമ്മം സ്വീകരിക്കുകയും
സന്യാസാശ്രമത്തിലെ വ്യവസ്ഥയ്ക്കനുസരിച്ച് മനസ്സിനെ ഉയർത്താനും ശ്രമിച്ചു. വിവാഹം കഴിഞ്ഞ് ഭാര്യയും കുഞ്ഞുങ്ങളും ആകുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യക്രമങ്ങളെ പരിപാലിക്കുന്നതിന് പകരം സദാസമയത്തും പോയിരുന്ന് നാമം ജപിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സദ്ഗുണമാണ്, പക്ഷെ വൈകൃതവുമാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ജീവിച്ചത് ഗൃഹസ്ഥാശ്രമ വ്യവസ്ഥയിലാണ്, പക്ഷേ സന്യാസത്തിൻ്റെ ബോധതലത്തെ സ്വീകരിച്ച് അവിടെ കൊണ്ട് ചേർക്കാൻ നോക്കി. പക്ഷേ അതൊരു സദ്ഗുണമായതുകൊണ്ടും ഭഗവാനിലേക്കുള്ള ഗുണമായതുകൊണ്ടും, മനസ്സിലായില്ലേ, കുചേലന് പിന്നീട് ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായ ദുഃഖങ്ങൾ അനുഭവിച്ച് പിന്നെ മുക്തിയിലേക്ക് വന്നു, സദ്ഗതിയിലേക്ക് വന്നു. പ്രാരാബ്ധങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചു. അപ്പോൾ അവനെ, പക്ഷെ ഇവിടെ ഭഗവാൻ ഓപ്പോസിറ്റ് ചെയ്തെന്താ, ഇവർ രണ്ടുപേരുടെയും ഗുരുകുലത്തിൽ നിന്ന് രണ്ടായി പോകുന്നൊരു വഴിയുണ്ട്, നമ്മൾ പഠിക്കേണ്ടതാണ്. രണ്ടുപേരും പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലേക്കാണ്. ഭഗവാനും പോയത് ദാമ്പത്യ ജീവിതത്തിലേക്കാണ്. ഭഗവാന്റെ ദാമ്പത്യമാണെങ്കിൽ അത്ഭുതകരവുമാണ് അല്ലേ. കുചേലനാകെ ഒരു പത്നിയെയും മക്കളെ നോക്കിയാൽ മതി. അതിന് പോലുമുള്ള കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് ഭഗവാൻ എണ്ണിയാലൊടുങ്ങാത്ത ദാമ്പത്യത്തിന് അത്രയും പേരെ കഴിയാനുള്ള സമ്പത്തും കാര്യങ്ങളും ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഭഗവാൻ ചെയ്തു. അതേ കർമ്മം, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മം കുചേലൻ അനുഷ്ഠിച്ചിരുന്നു എങ്കിൽ ദാരിദ്ര്യം വരുമായിരുന്നോ? ഒരിക്കലും വരില്ല. അപ്പോൾ അവനവൻ്റെ കർത്തവ്യ കർമ്മ മണ്ഡല ബോധങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധം പകരാനാണ്, ആ ബോധത്തിൽ പകരുന്ന ഭഗവാനെയാണ് നമ്മൾ ഏത് പറയുന്നത്, ഗീതാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഭാഗവതകൃഷ്ണൻ ഒരൊറ്റ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ, എന്താ, ആത്മബോധതലത്തിലേക്ക് ഉയർത്തുക. അതുകൊണ്ട് ഭാഗവതത്തിലെ കഥകളൊക്കെ ഭഗവാന്റെ മുഴുവൻ കഥകളല്ല, സെലക്റ്റീവാണ്. പരീക്ഷത്തിനെ ഉയർത്താൻ, പരീക്ഷത്ത് മനസ്സും ശ്രീശുകൻ ആത്മബോധവുമാണ്. തുടക്കത്തിൽ ഇത് രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? തുടക്കത്തിൽ ജിജ്ഞാസുവായ പരീക്ഷിത്തുണ്ട്. അവിടെ മനസ്സിൻ്റെ ഭ്രമമല്ലേ, ദേഹത്തിൻ്റെ ദുഃഖമല്ലേ മരണമെന്നത്, അല്ലേ? മരണമെന്നത് ആരുടെ ദുഃഖമാണ്? ദേഹത്തിൻ്റേതാണ്. ഭഗവാൻ തന്നെ പറയുന്നത് വാംസാംസി ജീർണാനി, ഈ ശരീരം വസ്ത്രം മാറുന്നത് പോലെയുള്ളൂ. ഇവിടെ ദുഃഖത്തിന് കാരണമില്ല. കാരണം ദുഃഖം അജ്ഞാനത്തിൻ്റേതാണ്, മനസ്സിൻ്റേതാണ്. അർജുനോട് ഭഗവാൻ പറഞ്ഞു, അർജുന, രണ്ട് തരക്കാരെ ഈ ഭൂമിയിലുള്ളൂ. രണ്ട് തരക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഗതാസൂൻ, ഒന്ന് അഗതാസൂൻ. ഒന്ന് പോയി കഴിഞ്ഞവർ, കുറേ പേര് പോയി, നമ്മളെക്കാൾ മുമ്പേ പോയി. നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നേക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് ട്രെയിൻ പോയിട്ടുണ്ടാവില്ലേ അവിടെ. അപ്പോൾ നമുക്ക് മുമ്പേ ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുത്ത് കയറി പോയിട്ടുണ്ടാവും അല്ലേ. ചില ആൾക്കാർ ടിക്കറ്റ് എടുത്ത് അവരുടെ ട്രെയിൻ വരാത്തതുകൊണ്ട് നമ്മളെ ട്രെയിൻ കഴിഞ്ഞാലും അവർ കാത്തിരിക്കും. മനസ്സിലായില്ലേ? ചിലരൊക്കെ നമ്മളെ ട്രെയിനകത്ത് തന്നെ കയറി നമ്മളോടൊപ്പം പോകും അവരവരുടെ സ്ഥാനത്തേക്ക്. അതുപോലെ ഈ ലോകത്ത് നമുക്ക് മുമ്പ് ജനിച്ച കുറേ ആൾക്കാരുണ്ട്. അതിൽ തന്നെ കുറേ ആൾക്കാർ അവരുടെ ട്രെയിൻ വരാത്തതുകൊണ്ട് അവർ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. കുറേ പേര് അവരുടെ സമയം വന്നപ്പോൾ അവരെ വണ്ടി കയറി അവർ പോയി. അതാണ് ഗതാസൂൻ, പോകേണ്ടവർ പോയി. ഇനിയുള്ളതോ അഗതാസൂൻ, പോകാൻ കാത്തിരിക്കുന്നവരേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഈ രണ്ട് തരക്കാരേ ഉള്ളൂ നമ്മൾ. അപ്പോൾ ഈ രണ്ട് തരക്കാരേ ഉള്ളൂ എങ്കിൽ ഈ രണ്ട് തരക്കാരും പോകേണ്ടത് തന്നെ പെടുന്നവരാണ്. പോയവരും പോകാനുള്ളവരും അതിൽ പെടുന്ന. അപ്പോൾ പിന്നെ ദുഃഖം എന്തിൻ്റെ? മനസ്സിൻ്റേതാണ്. പരീക്ഷത്തിന് വന്നത് എന്താ? ശാപമാണല്ലോ. 7 ദിവസം കൊണ്ട് തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കുമെന്നുള്ള വാക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ വാക്കിൽ നിന്ന് തൻ്റെ മരണാസമയം എന്ന ബോധത്തിലേക്ക്, ആ സമയത്ത് താൻ എന്ത് നേടണമെന്നുള്ള ജിജ്ഞാസയും ആകാംക്ഷയും പരീക്ഷത്തിൽ ഉയർന്നത്. പരീക്ഷത്ത് മനസ്സിൻ്റെ ഭാവത്തിൽ നിന്ന് മുക്തനല്ല. മുക്തനായിരുന്നു എങ്കിൽ പരീക്ഷത്തിന് അവിടെ ശ്രീശുകൻ്റെ സാന്നിധ്യം വേണോ? വേണ്ട, മുക്തനല്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഗുരുനാഥന്മാരോട് ചോദിച്ചത്, അന്ത്യകാലത്ത് മരണമാസന്നമായിരിക്കുന്നവൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? മരണമാസന്നമെന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ അജ്ഞാനിയുടെ മനസ്സിൻ്റെ ചിന്തയുടെ വിഷയമാണല്ലേ. കാരണം മനസ്സ് എന്ന് പറയുന്ന ചിന്തയുടെ ദേഹാഭിമാന ബോധം ഇല്ലാത്ത ഏതൊരാളിനെ സംബന്ധിച്ചോളം പൂർണ്ണമായും ഉറപ്പിക്കേണ്ട വിഷയം എന്താ? നമ്മൾ ജനിച്ചപ്പോൾ നമ്മളോടൊപ്പമുള്ള ഒരേ ഒരു സത്യമുള്ളൂ, എന്താ? മരണം. അതേത് നിമിഷവും എന്നറിയാതെ നമ്മളെ കൂടെ സഞ്ചരിക്കുന്നതാണ്. നമ്മൾ ഈ ഭാഗവത്തിൻ്റെ ലളിത കീർത്തനത്തിലൊക്കെ പറയും, നിമിഷം അല്ലേ കളയരുത്. എന്താ കാരണം? ഏത് നിമിഷവും പോകാം. അപ്പോൾ ഇവിടെയും ആ മനസ്സിൻ്റെ ഭാവത്തിലിരിക്കുമ്പോൾ ആത്മബോധമാകുന്ന ഗുരുനാഥനാണ് ശ്രീശുകനായിട്ട് വരുന്നത്. ഇവർ തമ്മിലുള്ള സംവാദത്തിൽ നിന്ന് മനസ്സിനെ ഉദ്ധരിക്കലാണ്. എവിടേക്ക്?
ആത്മബോധത്തിലേക്ക്. അവിടെയാണ് മുമ്പ് പറഞ്ഞത് കൂർമാവതാരം. കൂർമാവതാരത്തിൽ എന്താ കാണുന്നത്? പാലാഴി മദനത്തിൽ, ഭാഗവത്തിലെ പാലാഴി മദനത്തിൽ നമ്മൾ കാണുന്നത്, ആ കൂർമാവതാരത്തിൽ കാണുന്നത് കൂർമ്മം തൻ്റെ 6 ഭാഗങ്ങളെ, ശരീരഭാഗങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമത്തിലൊരു വരിയുണ്ട്, അധോക്ഷജൻ, കണ്ണുകളെ ഉള്ളടക്കിയവൻ, അല്ലേ? കണ്ണുകളെ ഉള്ളടക്കണം. ഇന്ദ്രിയങ്ങളെല്ലാം കണ്ണുകളാണ്. വിഷയങ്ങളിലേക്ക് വ്യവഹരിക്കുന്ന കണ്ണുകളാണ് ഇന്ദ്രിയങ്ങൾ. അതറിഞ്ഞ് ആ കണ്ണുകളെ ഉൾവലിക്കുമ്പോൾ കണ്ണുകളുടെ നാഥനായി മേവിക്കൊണ്ട് കണ്ണുകളെ, ആ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വ്യവഹരിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനസ്സാണ്. ആ മനസ്സും കൂടെ ചേർന്നിട്ടാണ് 6 എണ്ണത്തെ പിൻവലിക്കുന്നത്. ആമയുടെ രൂപം നിങ്ങളെടുത്തൊക്കെ 2 കൈ, 2 കാല്, 1 വാല്, 1 തല, 6 എണ്ണം ഉണ്ടോ? മനസ്സിലായില്ലേ? അതിനെ ഉൾവലിച്ചു. പാലാഴി മദനത്തിൽ മന്ദരപർവ്വതം താന്നു പോയപ്പോഴാണ് അതിൻ്റെ അടിയിലേക്ക് കൂർമാവതാരം വന്നത്. മന്ദരപർവ്വതം എന്താ? ബുദ്ധിയാണ്. നമ്മളൊക്കെ പാലാഴി മദനം നമ്മുടെ ഉള്ളിൽ നടക്കണം. അല്ലാതെ എന്നോ ഒരു കാലത്ത് പാലാഴിയിൽ മദനം നടന്നു എന്ന് നമ്മൾ ഇന്ന് പഠിച്ചിരുന്നിട്ട് കാര്യമല്ലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അതാണ് ഇവിടെ പറഞ്ഞത് ഭാഗവത കൃഷ്ണൻ. ഭാഗവത കൃഷ്ണൻ്റെ പ്രവർത്തനം മുഴുവൻ നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ്. അവിടെ ആ ബുദ്ധി എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ താഴേക്ക് പോവുകയാണെങ്കിൽ ബുദ്ധിയെ പരമാത്മാവിലേക്ക് ഉറച്ചു നിർത്തണം. അതാണ് കൂർമ്മത്തിൻ്റെ മുകളിൽ ഉറപ്പിച്ച് നിർത്തിയത്. അങ്ങനെ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ, ഉറപ്പായി നിൽക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കണം, മനസ്സിനെ ഉൾവലിക്കണം. കാരണം ഇന്ദ്രിയങ്ങളും മനസ്സും ഉൾവലിക്കാത്തിടത്തോളം കാലം അവിടെ എന്തുണ്ടാവും? ചാഞ്ചല്യം ഉണ്ടാവും, ചലനാത്മകത ഉണ്ടാവും. മനസ്സിലായില്ലേ? അവിടെ സ്ഥിരതയുണ്ടാകണമെങ്കിൽ, അചഞ്ചലമായ ഭാവം ഉണ്ടാകണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കണം. ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ആത്മബോധത്തിലേക്ക് വരുന്നത്. കാരണം എന്താ? ഇന്ദ്രിയങ്ങൾ കാണുക, കേൾക്കുക, അല്ലേ? കാണുന്നൊരു പ്രവൃത്തി, കേൾക്കുക എന്നൊരു പ്രവൃത്തി, സ്പർശിക്കുക എന്നൊരു പ്രവൃത്തി, രുചിക്കുക എന്നുള്ളൊരു പ്രവൃത്തി, മണക്കുക എന്നുള്ളത്, ഇതെപ്പോഴും ഇന്ദ്രിയങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ ഭാഗവത്തിലുടനീളം ഈ ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ കഥയാണ് വരുന്നത്. ഗോവർദ്ധന ഉദ്ധാരണം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോവർദ്ധന ഉദ്ധാരണം ഒരു പർവ്വതം പൊക്കി എന്ന നിലയിലല്ല മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ചിലപ്പോൾ പൊക്കിയ കാലത്ത് പൊക്കിയിട്ടുണ്ട്, അത് ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഗോ എന്ന ശബ്ദത്തിൻ്റെ വാചാർത്ഥത്തിനപ്പുറം വ്യംഗ്യാർത്ഥ തലത്തിലേക്ക് എടുക്കുമ്പോൾ, ഗോ എന്ന ശബ്ദത്തെ വേദമെന്ന വാക്കിനെ ആധാരമാക്കി നിർത്തുമ്പോൾ ജ്ഞാനത്തെ ഉയർത്തിയവൻ, അവിടെ കടന്നു വന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന വാക്കെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥനായി മേവുന്ന മനസ്സാണ്. ഇന്ദ്രിയങ്ങളുടെ നാഥനായി മേവുന്ന മനസ്സ്, അവിടെ മനസ്സിൻ്റെ ക്ഷോഭവിക്ഷോഭങ്ങളാണ് മഴയായും ഇടിമിന്നലായും പ്രളയമായിട്ടുമൊക്കെ കാണേണ്ടത് നമ്മൾ. മനസ്സിലായില്ലേ? ആ നിലയിലേക്ക് കാണുമ്പോഴാണ് വേദസാരമായി ഭാഗവതം മാറുന്നത്, ഇല്ലെങ്കിൽ കഥാസാരമായി മാറും. ഭാഗവതത്തിൻ്റെ രചനയിൽ ലോകഗുരുവായ വ്യാസൻ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും രസകരമായ ശൈലി എന്ന് പറഞ്ഞാൽ, രസകരമായ കഥകളും, മനസ്സിലല്ലേ, അത്ര രസകരമല്ലാത്തതും എന്നാൽ അത്യാവശ്യവും അനിവാര്യവുമായ ബോധവുമാണ്. അനിവാര്യവുമാണ്, അത്യാവശ്യവുമാണ്. പക്ഷെ അത് രസകരമല്ലാത്തതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കില്ല. അപ്പോൾ എല്ലാവരും സ്വീകരിക്കാൻ കഥയാക്കി. ഇപ്പോൾ കഥ പറയുന്നത് ആൾക്കാർ പോലും ഇതിനെ രസകരമല്ലാതെ ഈ ലളിതമാക്കാതെ ഇതിനെ ഏതാണ്ട് വലിയ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കട്ടിക്ക് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് പലപ്പോഴും. എന്താ കാരണം? ഇവിടെ വ്യാസം ചെയ്തത് എന്താ? വേദത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ ഉപനിഷത്താക്കി ലളിതമാക്കി, കുറച്ചുകൂടി ലളിതമാക്കി കഥകളാക്കി പുരാണങ്ങളിൽ കൊണ്ടുവന്നു. ഇപ്പോൾ പുരാണങ്ങളിൽ തന്നെ വരുമ്പോഴത്തേക്ക് തന്നെ, അല്ലേ, അതിനെ ഒരു പ്രയാസകരമാക്കി മാറ്റുക അല്ല വേണ്ടത്, അതിനെ ലളിതമാക്കി മാറ്റാൻ നമ്മുടെ വർത്തമാന കാലഘട്ട ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ അതാത് കാലത്തെ ജീവിത സന്ദേശങ്ങളുമായി ചേർത്തിണക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതല്ലേ വേണ്ടത്? അല്ല നമുക്കാർക്ക് സാധിക്കാത്ത കാര്യം ഭഗവാൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്ന് ഭഗവാൻ വലിയ കഴിവുള്ള ആളാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പ്രഖ്യാപിച്ചാലും ഇല്ലേലും, മനസ്സിലായില്ലേ, നമ്മൾ കൊടുത്താലും ഇല്ലേലും ഭഗവാൻ പൂർണ്ണനാണ്. കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മുടെ ഭാവചിന്തകളുടെ മനസ്സിൻ്റെ പ്രയോഗത്തിലാണ്. മുമ്പേ പറഞ്ഞു, മനസ്സിനെത്താൻ പറ്റുന്നത് ആരാധനയിൽ, ഈശ്വരചിന്തയിലും ഒക്കെ ഒരു തലമുണ്ട്. അതിനപ്പുറത്തേക്ക് മനസ്സിന് പ്രവേശനമില്ല. നമ്മൾ ചിലപ്പോൾ പറയുകയാണ്, ഇന്ന് അമ്പലത്തിൽ ഞാൻ എണ്ണ കൊടുത്തു, അതുകൊണ്ട് ഭഗവാന് വിളക്ക് കത്തിച്ചു. നമ്മൾ 14 ലോകത്തെ സർവ്വപ്രകാശവലയങ്ങളും നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും എല്ലാം സ്വന്തമായിട്ടുള്ള ഭഗവാന് നമ്മൾ കത്തിച്ച തിരിയുടെ എണ്ണയുടെ ദൈവത്തിന് ആവശ്യമുണ്ടോ? അവിടെ ദൈവമേ എന്ന വാക്കിൽ തന്നെ പറയുന്ന സ്വയം പ്രകാശിക്കുന്നവനെന്നാണ്. മറ്റൊന്നിനെയും ആശ്രയിക്കാതെ പ്രകാശിക്കുക. പിന്നെന്താ? കൊടുക്കാൻ ഭഗവാനെ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സമർപ്പണ ബോധം വളർത്താനാണ് നമ്മൾ കൊടുക്കുന്നത്. പറഞ്ഞ ആശയം മനസ്സിലായോ?
ഇപ്പം ഭഗവാൻ ഗോവർദ്ധന ഉയർത്തി നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല, ഭഗവാൻ ഇതിനപ്പുറവും ചെയ്യും, അതുകൊണ്ടല്ലേ നമ്മൾ ഈശ്വരൻ്റെ പാദത്തെ പിടിക്കാൻ എന്ന് പഠിപ്പിച്ചാൽ നമ്മളെപ്പോഴും പരാശ്രയബോധമുള്ളവരല്ലേ ആവുള്ളൂ. മനസ്സിലായോ പറഞ്ഞൊരർത്ഥം? ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തി കാളിയൻ്റെ മുകളിൽ നടനമാടി നമ്മളെ കൊണ്ട് സാധിക്കൂ? ആചാര്യൻ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ചോദിക്കുക, നമ്മളെ കൊണ്ട് സാധിക്കും? അപ്പോൾ നമ്മളൊന്നും ആലോചിക്കും, പറ്റത്തില്ല. കാരണം ഗോവർദ്ധന പർവ്വതം വളരെ വലുതാണ്, ഭീമാകാരമായ പർവ്വതം. ഇപ്പോൾ പോയാലും നമുക്ക് കാണാൻ പറ്റും, 10-16 കിലോമീറ്റർ ചുറ്റളവുണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തിന്. അതിന് ഗോവർദ്ധന പ്രദക്ഷിണമൊക്കെ അവിടുത്തെ പ്രധാന പൂജയായിട്ട് അനുഷ്ഠിക്കുന്ന അത്രയും വലിയൊരു പർവ്വതമാണെന്നൊക്കെ വെച്ചാൽ ഈ പർവ്വതത്തെ പൊക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഉടനെ പറയാൻ പറ്റില്ല. അത്രയും പൊക്കിയവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പരാശ്രയബോധത്തോടു കൂടി ആശ്രയിക്കും. ഇവിടെ ഭഗവാൻ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്താ? പരാശ്രയബോധമില്ലാതെ, മനസ്സിലായില്ലേ, സ്വബോധത്തോടുകൂടി ഈശ്വരോന്മുഖമായി ഉയരാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിൻ്റെ വിഭ്രാന്തിയിലേക്ക് തളയ്ക്കാനല്ല ഭാഗവതം, നേരെ മറിച്ച് മനസ്സിൻ്റെ വിഭ്രാന്തിയിൽ നിന്ന് ആത്മബോധത്തിൻ്റെ, മനസ്സിലായില്ലേ, ആ ആത്മഭാവത്തിലേക്ക് ഉയരാനാണ് ഭാഗവതം. പരാശ്രയത്തിലാണ് നമുക്ക് ഭയം ഉടലെടുക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ പറയും, എന്താ, ഭയഭക്തി ബഹുമാനം ജീവിതത്തിൽ വേണമെന്ന് പറയാറുണ്ട് അല്ലേ? നമ്മളെ വീട്ടിലെ കുട്ടികളെപ്പോലും ഇപ്പം മാതാപിതാക്കൾ പഠിപ്പിക്കുന്നൊരു ശീലമുണ്ട്, ഭയം വേണം, ദൈവത്തിനോട് ഭയം വേണം. ഏറ്റവും വലിയ ദുശീലമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരിക്കലും ഭക്തനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുർഗുണമാണ് ഭയം. ഭയം ഏതെങ്കിലും കഴിവിനെ വിജയിപ്പിക്കാറുണ്ടോ? ഇപ്പം നല്ലതുപോലെ പഠിച്ച ഒരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെന്ന് ഭയന്നാൽ അവന് ചിലപ്പോൾ അറിയാത്ത ചോദ്യം കണ്ടായിരിക്കും അവൻ ഭയന്നത്, പക്ഷെ അറിയുന്നത് കൂടി അവൻ്റെ മനസ്സിൽ നിന്ന് മറന്നു പോയില്ലേ? നല്ലൊരു ഇൻ്റർവ്യൂവിന് നല്ല കഴിവുള്ള ഒരാൾ പോയി, അയാൾ ഇൻ്റർവ്യൂ ബോർഡിനകത്തേക്ക് എന്ന് കണ്ടപ്പോൾ ഡയസിലിരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഒരു ഭയം വന്നു, അതോടുകൂടി അയാൾ പരാജയപ്പെടും. നല്ല പാടാൻ കഴിവുള്ള കുട്ടി വേദിയിൽ വന്ന് പാടാനായിട്ട് നിൽക്കുമ്പോൾ സദസ്സിനെ കണ്ടപ്പോൾ ഒരു ഭയം വന്നു, പാടാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അപ്പോൾ ആ ഭയമെന്ന് പറയുന്നത് ഒരിക്കലും ഒരുവൻ്റെ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതല്ല. ഭയമില്ലാണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തി പരിപൂർണമായിട്ടും അവൻ്റെ ഗുണത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ വളരെ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറയും, 26 ഗുണങ്ങളെക്കുറിച്ച് പറയും. ദൈവീക സമ്പത്ത്, 26 ഗുണങ്ങൾ നേടാനാണ് നമ്മൾ ജീവിതത്തിൽ കൃഷ്ണനെ ആരാധിക്കേണ്ടത്. അല്ലാതെ ഭഗവാന്റെ വിഗ്രഹം വലുതോ ചെറുതോ വെച്ച് പൂജിക്കലല്ല പ്രധാനം. മനസ്സിലായില്ലേ? 26 ഗുണങ്ങളെക്കുറിച്ച് പറയും. 16-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ സ്വരൂപ വർണ്ണന എന്ന നിലയിൽ അവിടെ പുരുഷോത്തമ ഭാവത്തിൽ ഭഗവാനെ എല്ലാത്തിനും ഉത്തമനായ പുരുഷൻ എന്ന നിലയിൽ ഭഗവാൻ തൻ്റെ തന്നെ തത്വത്തെ തന്നെ പ്രകീർത്തിക്കും. അർജുനൻ്റെ ചോദ്യമില്ലാത്ത ഒരേ ഒരു അധ്യായമേ ഉള്ളൂ, അത് പുരുഷോത്തമ യോഗമാണ്. ബാക്കി എല്ലായിടും അർജുനൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നുണ്ട്. കാരണം സംശയത്തിനിടയില്ലാതെ ഭഗവാൻ തൻ്റെ സ്വരൂപത്തെ പറഞ്ഞു. ഉത്തമനായ പുരുഷൻ എന്താണ്? ഉത്തമനായ പുരുഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൃഷ്ണൻ്റെ സ്വരൂപം എന്നല്ല, ആ ഉത്തമമായ യോഗ്യത നമുക്കും വേണമെന്ന് പറയാനാണ് നമ്മളെ മുമ്പിൽ അത് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പറയേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായില്ലേ? നമ്മുടെ മുമ്പിൽ അത് പറഞ്ഞത് നമുക്കും ആ യോഗ്യത ആർജിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ വളരെ കൃത്യമായി പറഞ്ഞിട്ട് ഭഗവാൻ പിന്നീട് പറയുന്നത് ദൈവീക സമ്പത്തിനെ കുറിച്ചാണ്. അത് കഴിയുമ്പോൾ ആസുരിക സമ്പത്തും പറയും. അവിടെ ദൈവീക സമ്പത്തും നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മൾ ആർജിക്കേണ്ട സമ്പത്ത് എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തത് മാത്രം ഒന്ന് പറയാം. അഭയം തത്വസംശുദ്ധർ ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനന്ദമച്ഛ്യസ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, അലേ അർജുന, ആദ്യത്തെ ഗുണം വേണ്ടത്, ഭക്തനിൽ ആദ്യം ഉണ്ടാകേണ്ട ഗുണം നിർഭയത്വമാണ്. അഭയം. അഭയം എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്ന് ആരെങ്കിലും രക്ഷിക്കുന്ന ആ അഭയം അല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടെ ഭയമില്ലാത്ത അവസ്ഥ. അഭയമെന്ന ഭയമില്ലാത്ത ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ബോധവൽക്കരിച്ചുയർത്തുമ്പോഴാണ് നമ്മളിലൊരു ഭക്തനിൽ വേണ്ട ആദ്യത്തെ ഗുണം വരുന്നത്. അപ്പം നമ്മളിലേക്കുള്ള ഗുണങ്ങളെ വന്ന് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുർവികാരങ്ങളെയും ദുർചിന്തകളെയും ദൂരീകരിച്ച് ഇല്ലാതാക്കി സദ്ഗുണങ്ങളുടെ ഭാവത്തിലേക്ക് എത്തിച്ച് ഭഗവാനെ പൂജിച്ച് ഭഗവാനായി തീരുക. ഗോവർദ്ധനം നമ്മൾ ഉയർത്തണം. നമ്മുടെ മനസ്സിൻ്റെ ക്ഷോഭവിക്ഷോഭങ്ങളിൽ നിന്ന് മുക്തി നേടാൻ, മനസ്സിലല്ലേ, ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോകാതെ ഇന്ദ്രിയങ്ങളെ ഉദ്ധരിക്കലാണ് ഗോവർദ്ധനം. ഇന്ദ്രിയങ്ങളെ ഉയർത്തുന്നത് പോലെ ജ്ഞാനമാകുന്ന ഗോവർദ്ധനത്തെ ജീവിതത്തിൽ ഉയർത്തി പ്രതിസന്ധികളെ കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ ആരാധകരായി മാറുന്നത്. കാളിയമർദ്ദനം നമ്മൾ മറുഭാഗത്ത് ചിന്തിച്ചു നോക്കേ. 5 ശിരസോടുകൂടിയ 5 ഇന്ദ്രിയങ്ങളും മനസ്സാകുന്ന ഉടലും രാഗദേശങ്ങളാകുന്ന പത്നിമാരോടൊപ്പം
ജീവിതത്തെ വിഷലിപ്തമാക്കുന്ന ഒരു ദുഷിച്ച അവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തപ്പെടുമ്പോൾ ആ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് മുകളിലായി ഭഗവാന്റെ പാദചലനങ്ങൾ, ഭഗവത് ചിന്തകൾ വന്നു ചേരുമ്പോൾ എപ്രകാരമാണോ അവിടം ശുദ്ധമായി തീരുന്നത്, അതാണ് കാളിയമർദ്ദനം. രുക്മിണീ സ്വയംവര തലത്തിലേക്ക് പോയാൽ 5 സഹോദരന്മാർക്ക് ഒരു സഹോദരി എന്ന നിലയിൽ 5 ഇന്ദ്രിയങ്ങളും അവരുടെ ഇഷ്ടപ്രകാരം ദുർവൃത്തികളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ശിശുപാലനോടും മറ്റുള്ളവരോടൊക്കെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മനസ്സ്, അവിടെ അജ്ഞാനത്തിൽ നിന്ന് ശുദ്ധബോധത്തിലേക്ക് വരാൻ നാരദരെന്ന ഗുരുവിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേട്ട് ആ ബോധതലത്തിലേക്ക് മനസ്സ് ഉയർത്തപ്പെട്ടപ്പോൾ, മനോവികാരങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പരമാത്മസ്വരൂപനായ ഭഗവാനെയാണ് പ്രാപിക്കേണ്ടതെന്ന് തിരിച്ചറിയുമ്പോൾ നവതാഭക്തിയുടെ ഉത്തമ പ്രതീകമായി രുക്മിണി മാറി. അവിടെ കേവലം ഒരു ആണും പെണ്ണും തമ്മിലുള്ള വിവാഹമല്ല നടക്കുന്നത്. ജീവൻ പരമാത്മാവിലേക്കുള്ള ബന്ധമാണ് അവിടെ കൂട്ടി ഉറപ്പിക്കുന്നത്. എങ്ങനെയാണ്? നവതാഭക്തിയുടെ പൂർത്തീകരണമാണ്. മുൻചൊന്ന കഥകളിൽ പിൻപേ വരുന്ന കർമ്മഫലമാണ് ഭാഗവത്തിൻ്റെ തത്വം. പ്രഹ്ലാദൻ നവതാഭക്തിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ആ ഭക്തിയുടെ ഉത്തമ ഭാഗമായി ജീവിതത്തിൽ ആചരിപ്പിച്ചതാണ് രുക്മിണിയെ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. അല്ലേ? രുക്മിണി എങ്ങനെയാണ് ഭഗവാനെ സ്വന്തമാക്കിയത്? അറിഞ്ഞതെങ്ങനെയാണ്? ശ്രവണത്തിലൂടെയാണ്. നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ഭഗവാനെ കണ്ടിട്ടേ ഇല്ല, ശ്രവിച്ചുകൊണ്ടാണ്. അപ്പം ഭക്തൻ രുക്മിണിയായി മാറണം. കാരണം എന്താ? ജീവാത്മാവ് പരമാത്മാവിനെ നേടി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവാത്മാവാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? പരമാത്മാവിൻ്റെ അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ആരുണ്ടാവും? ഇന്ദ്രിയങ്ങളുണ്ടാവും. ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനോടൊപ്പം മനസ്സിൻ്റെ വ്യവഹാരം ഉണ്ടാവും. അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് നമ്മൾ ഈശ്വരനിലേക്ക് പോകണം. ഇങ്ങനെ ഭാഗവത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലേക്ക് പോകുന്നതാണ്. ഇനി ഈ മനസ്സിന് തന്നെ 5 ഭാവതലങ്ങളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് മനസ്സിൻ്റെ 5 ഭാവതലങ്ങളെക്കുറിച്ച് പറയുന്നത്? പഞ്ചക്ലേശം എന്ന് പതഞ്ജലി മഹർഷി അതിനെ വിശേഷിപ്പിക്കും. 5 തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ നമ്മളെ ഈ മനസ്സ് നമ്മളെ കൊണ്ടുപോകും. അതിൽ ഒന്ന് പ്രമാണം അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറയും. ഇപ്പം നമ്മൾ നേരിട്ട് കാണുന്നു അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കുന്നു, അതവിടെ ഉണ്ട്, ഇതാണ് ഇവിടെ ഇരിക്കുന്നു, ഇത് മൈക്കാണ്, ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. അപ്പം അത് പരമമായ സത്യമാണോ അസത്യമാണോ എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ ആദ്യത്തെ തലത്തിൽ എന്താ? നമ്മൾ ഇന്ദ്രിയത്തിലൂടെ അനുഭവിച്ചു. അനുഭവിക്കുന്ന മനസ്സിൻ്റെ തലത്തിലാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും പാരമാർത്ഥിക സത്യമാണെന്നുള്ള ഇവിടെ ചർച്ചയുടെ വിഷയമല്ല, മനസ്സിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇതിവിടെ ഉണ്ട്, മനസ്സ് ബോധ്യപ്പെട്ടു. എന്തിലൂടെ? കണ്ണുകൊണ്ട് കണ്ടു. ഇല്ലേ? ഇപ്പം അടുത്ത് നിൽക്കുന്ന ഒരാൾ ശബ്ദം ഉണ്ടാക്കി, കാതിലൂടെ കേട്ടു, ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ പുറകിൽ ഫാൻ ഉണ്ടെന്ന് ബോധ്യപ്പെടാൻ കാറ്റടിച്ചാൽ പോരെ? കാറ്റ് വന്ന് സ്പർശിക്കണമെങ്കിൽ ഫാൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ രുചിയുള്ളപ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് ഉപ്പാണോ പഞ്ചസാരയാണോ മധുരമാണോ കയർപ്പാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കണക്ക് തന്നെ ബോധ്യപ്പെട്ടു, ഇന്ദ്രിയം ബോധ്യപ്പെട്ടു. അതാണ് പ്രത്യക്ഷം അല്ലെങ്കിൽ പ്രമാണം. രണ്ടാമത് എന്താ? പര്യായം. ഉള്ള ഒന്നിനെ എന്താക്കി മാറ്റും? ഉള്ള ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റും. മനസ്സിലായില്ലേ? ഇപ്പം നിലവിലുള്ള അതിനെയാണ് ഈ പറയുന്ന കണക്ക് രമണ മഹർഷിയൊക്കെ പറയുന്നത്, ഈ തലമുടി ചൂടിയ മുല്ലപ്പൂമാല സന്ധ്യയ്ക്ക് നമ്മളടുത്ത് വെളിയിലോട്ട് ഇട്ടിട്ട് രാത്രി വന്ന് കാലുകൊണ്ട് തട്ടിയിട്ട് അയ്യോ പാമ്പേ എന്ന് പറഞ്ഞ് ഓടിപ്പോയി വല്ലതും മറിഞ്ഞു വീഴും. നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് വാഴ വെച്ച് വെള്ളമൊക്കെ കോരി ഏതെങ്കിലും രാത്രി സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ കൈ ഒടിഞ്ഞ് കിടക്കുന്ന വാഴയുടെ കൈ ഒന്ന് ആട്ടി വിളിച്ചു, കല്യാങ്കാട്ട് നീലയെ കണ്ടു, മൂക്ക് കുത്തി നിലത്ത് വീണാൽ അതെല്ലാം എന്ത് വരുമ്പോച്ചു? വിപര്യായമാണ്. ഉള്ളതിനെ മറ്റൊന്നായി ധരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതല്ല എന്ന് തിരിച്ചറിയുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. ധരിച്ചതും നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദുഃഖം ഉണ്ടാവും. അത് കഴിഞ്ഞാലോ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് സങ്കല്പിക്കും. മനസ്സിലായില്ലേ? ഇല്ലാത്ത വസ്തുക്കളുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ? നമ്മളിപ്പോൾ രാത്രി നടന്നു പോകുമ്പോൾ ആരോ പുറകെ നടന്നു ചിലപ്പോൾ തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ, അല്ലാതെ നിനക്ക് പലതരത്തിൽ ഇല്ലാത്ത ഒന്നുണ്ട് എന്നുള്ള തലത്തിൽ തോന്നിപ്പിക്കുക. അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. പിന്നെയോ അത് കഴിഞ്ഞാൽ പിന്നെ സ്മരണ, സ്മൃതി, അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. പഴയതിനെ പലതിനും ഓർമ്മപ്പെടുന്നത്. ചിലതിൽ സുഖം കിട്ടും, ചിലതിൽ ദുഃഖവും കിട്ടും. മനസ്സിലായില്ലേ? ആ മനസ്സ് നമ്മളെ സുഖിപ്പിക്കും. ദുഃഖം കഴിഞ്ഞാൽ പഴയത് ഓർത്തിട്ട് നമുക്ക് സുഖം കിട്ടും. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് പറഞ്ഞാൽ എപ്പോഴെങ്കിലും കുടിച്ചിട്ടുള്ള ആൾക്കാർ 10 വർഷം മുമ്പ് കുടിച്ച അതേ പായസത്തിൻ്റെ രുചി ഇപ്പോൾ മനസ്സിൽ വരത്തില്ലേ? അപ്പോൾ സ്മരണയിലൂടെയല്ലേ അത് അനുഭവിച്ചത്. 10 വർഷം മുമ്പ് നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ദ്രോഹിച്ചതിൻ്റെ ദുഃഖവും നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടും, വരില്ലേ? നിങ്ങളെ മുഖഭാവത്തിലൊക്കെ വരും. അതെന്താ? സ്മരണയിലൂടെ വന്നു. പിന്നെയോ ഇതൊന്നുമില്ലാത്ത നിദ്ര. ഈ 5 തരത്തിലുള്ള പഞ്ചക്ലേശങ്ങളുടെ മനസ്സ് നമ്മളെ കൊണ്ടുപോകും. ഈ മനസ്സാണ് നമ്മളെ കർമ്മബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനം കൃതം രാമ മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയേ. ഈ മനസ്സ് തന്നെയാണ് രാമായണത്തിൽ വശിഷ്ഠൻ രാമനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ രാമ, മനം കൃതം രാമ, നീ എന്തൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞില്ലേ നിനപ്പത് തന്നെ നടക്കും. അതാണ് ഭാഗവതത്തിലെ 24 ഗുരുക്കന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വേട്ടാവളിയൻ എന്ന ജീവി
ചെറിയ പുഴുവിനെ പിടിച്ചുകൊണ്ടിട്ടിട്ട് അതിനെ കണ്ടിരുന്നിരുന്ന ആ മറ്റേ ജീവി അതിനൊക്കെ രൂപപ്പെടുന്നു പറയുന്നത് കണ്ടിങ്ങ് ആ ഭാവത്തിലേക്ക് എത്തപ്പെടും. പിന്നെയോ മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയായി, അവനവൻ്റെ മനസ്സിൻ്റെ ചിന്താഗതികൾ കൊണ്ടാണ് ബന്ധത്തെയും മോക്ഷത്തെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാവത്തിൽ നിന്നും മനസ്സിനെ മാറ്റിവെക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ള നിലയിലേക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗവത തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വൈകാരികം എന്ന തലത്തിൽ നിന്ന് വൈചാരികമായ തലത്തിലേക്ക് എത്തിക്കാനാണ് ഭാഗവതം, അല്ലേ? വൈകാരികമായ തലം എന്താ? മനസ്സിൻ്റേതാണ്. വൈകാരിക വിഷയങ്ങളെല്ലാത്തിലും പെടുന്നതാരാ? മനസ്സാണ് നമ്മളെ പെടുത്തുന്നത്. സുഖദുഃഖങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴക്കുന്നതാരാ? മനസ്സാണ്. അത് സുഖം, ഇത് ദുഃഖം എന്നുള്ളതൊക്കെ വലിച്ചഴക്കുന്നതൊക്കെ മനസ്സാണ്. സുഖത്തെ അനുഭവിപ്പിക്കുന്നതും ദുഃഖത്തെ തരുന്നതും പ്രദാനം ചെയ്യുന്നതൊക്കെ മനസ്സിൻ്റെ ഭാവങ്ങളാണ്. അപ്പോൾ ആ ഭാവത്തിൽ നിന്ന് കടക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് മുമ്പേ പറഞ്ഞ കണക്ക് ചിത്തശുദ്ധി നേടി ഗോപികമാർ ദേഹാഭിമാന ബോധത്തെ കളഞ്ഞ് എപ്രകാരമാണോ അവനവൻ്റെ ഉള്ളിൽ സ്വയം ഭഗവാനെ പ്രതിഷ്ഠിച്ചത് അതുപോലെ നമ്മുടെ മനസ്സിനുള്ളിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ഈ തത്വം തന്നെയാണ് ഭഗവാന്റെ അവതാരത്തിലെ കംസവധത്തിലൂടെ നടക്കുന്നത്. കംസൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദേഹാഭിമാന ബോധം എന്നാണ്. ദേഹാഭിമാന ബോധമുള്ള കംസൻ്റെ അടുത്തേക്ക് മുമ്പുള്ള ചരിത്രങ്ങളൊന്നും ഇപ്പോൾ വിശദീകരിച്ച് പറയണില്ല, പലതും പറഞ്ഞു പോയിട്ട് അതെല്ലാം കൂടിയും ചേർത്ത് ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. അടുത്തേക്ക് വരുമ്പോഴുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്? ഭഗവാൻ കംസൻ്റെ അടുത്തേക്ക് വരുന്ന ആ പ്രഭാതത്തിൽ നടക്കുന്ന എന്താ? അവിടെ ആ പ്രഭാതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്ന ഒന്ന്, അവിടെ ആരെയാ? കുവലയപീഠം, അല്ലേ? അഹന്തയുടെ പ്രതീകമാണ്. ഒരു കൊമ്പെന്ന് പറയുന്ന മമതയാണ്, മനസ്സിലായില്ലേ? ഒരു കൊമ്പെന്ന് പറയുന്ന അജ്ഞാനമാണ്. അഹന്തയ്ക്ക് ഈ രണ്ട് കൊമ്പുണ്ടാവും, മമതയും അജ്ഞാനവും. ഭഗവാൻ ഒരൊറ്റയടിക്ക് കുവലയപീഠത്തെ വധിച്ചു, അഹന്തയെ ഇല്ലാതാക്കി. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളും നമ്മുടെ അഹന്തയെ എങ്ങനെ ഇല്ലാണ്ടാക്കണം എന്ന് പഠിപ്പിക്കാനാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? മമതയെ ഭഗവാൻ അങ്ങ് ചേർത്ത് വെച്ചു. കാരണം മമത ആരോടായിരിക്കണം ജീവിതത്തിൽ? ഭഗവാനോടായിരിക്കണം, അല്ലേ? അജ്ഞാനത്തിന് ഇച്ചിരി ശക്തി വേണം പിടിക്കുക, അതുകൊണ്ട് ബലമുള്ളവൻ്റെ കൈ കൊടുത്തു. അപ്പോൾ അജ്ഞാനത്തെ പിടിക്കുന്ന ആത്മബലം നേടി നമ്മൾ പിടിക്കണം. അതായത് നമ്മൾ വേറെ ആളിനെ ഏൽപ്പിക്കണമെന്നില്ല, നമ്മൾ തന്നെ ആത്മബലം വർദ്ധിപ്പിച്ച് ബലരാമതത്വത്തിലും നമ്മളത് പിടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന മുഷ്ടികനും ചാണൂരനാണ്. രാഗദ്വേഷങ്ങളാകുന്ന രാഗമാകുന്ന ചാണൂരനെ ഭഗവാന് നേരിട്ടു, ദേഷ്യത്തെ ബലത്തോടു കൂടി അമർച്ച ചെയ്തു. അതുകൊണ്ടാണ് മുഷ്ടികനെ ബലരാമൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അത് കഴിഞ്ഞാൽ ദേഹാഭിമാന സ്വരൂപത്തിലിരിക്കുന്ന കംസനെ നിഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ അതിലൂടെ പോകേണ്ടത് നമ്മളിലുള്ള ദേഹാഭിമാന ബോധത്തെ, നമ്മളെ ആ ദേഹാഭിമാന ബോധത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന മനസ്സിനെ കടന്ന് നമുക്ക് ശ്രേഷ്ഠമായ ഭാവത്തിലേക്ക് എത്താനാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മുടെ സമയം പൂർണ്ണമായി. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഇവിടെ ഭാഗവതത്തിൻ്റെ 3 ഇതളുകളെക്കുറിച്ച് പറയാറുണ്ട്, ത്രിതത്വങ്ങളെക്കുറിച്ച്: ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, അല്ലേ? ഇത് 3 നേടാനാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്. ജ്ഞാനമെന്ന് പറയുന്ന ആത്മബോധത്തെ പകരാനാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗങ്ങളില്ലാത്ത അവസ്ഥയിൽ ആരുണ്ടാവും? ഭഗവാന്റെ രൂപം തെളിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഭാവത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൻ്റെ പരിവർത്തനമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനമാണ് ഭാഗവതത്തെ നേടുക എന്നുള്ളത്. ഭഗവാന്റെ കഥ കേട്ട് ആനന്ദിക്കാനല്ല, ജീവിതത്തിൻ്റെ പരിവർത്തനത്തിലൂടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കടന്ന് നമുക്ക് ആത്മാനന്ദമാകുന്ന ശാന്തിപദത്തെ നേടുമ്പോഴാണ്, അതാണ് ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായി മാറുന്നത്. ആ തലത്തിലേക്കുള്ള ആത്മപരിവർത്തനത്തിലുള്ള സാധകന്മാരായി നമുക്ക് മാറാൻ ഇതുപോലെയുള്ള ഭാഗവത ഗംഗാപ്രവാഹങ്ങൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുരുനാഥന്മാർക്ക് തുല്യമായ അനേകം വ്യക്തികളുടെ മുന്നിലാണ് ഈ ഒരു സമയത്ത് ഈ വാക്കുകൾ പറയാൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലേക്ക് വാക്കുകൾ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതസ്വഭാവ കരോമി യദ്വത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, സദാശിവായേതി സമർപ്പയാമി, ഓം ജഗദംബികായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.